ഹായ്, ഇന്ന് നമുക്കൊരു അടിപൊളി നല്ല കഥ കേട്ടാലോ? ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ അവർ 3 പേർ, എലീന, മിത്ര, മേഴ്സി, പഠിച്ചതും വളർന്നതും എല്ലാം ഒരുമിച്ച്. മൂവരുടെയും മാതാപിതാക്കൾ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുകയാണ്. എലീന തൻ്റെ മുത്തശ്ശിയോടൊപ്പവും മിത്ര ഹോസ്റ്റലിലും മേഴ്സി തൻ്റെ ഇളയ സഹോദരനോടൊപ്പം സ്വന്തം വീട്ടിലുമാണ് താമസം. ചെറുപ്പത്തിൽ ഒറ്റയ്ക്ക് വളർന്നതുകൊണ്ടാകാം 3 പേർക്കും ആവശ്യത്തിൽ കൂടുതൽ തൻ്റെ ഇടവുമുണ്ട്. എന്ത് കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാമെന്ന വിശ്വാസവും ആവശ്യത്തിന് ലഭിക്കുന്ന പണവും അവരെ പലപ്പോഴും പല കുഴപ്പത്തിൽ ചെന്ന് ചാടിക്കുകയും അതിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ എലീനയുടെ വീടിൻ്റെ കോളിംഗ് ബെല്ല് ആഞ്ഞമർത്തുകയാണ് മേഴ്സി. കതക് തുറക്കാത്തതിൻ്റെ ദേഷ്യം മുഖത്ത് കാണാം. എന്താ മോളെ രാവിലെ തന്നെ? നോക്കുമ്പോൾ എലീനയുടെ മുത്തശ്ശിയാണ്. പള്ളിയിൽ നിന്നും വരുന്ന വഴിയാണ്. എൻ്റെ മുത്തശ്ശി, ഈ പെണ്ണ് അകത്തിരുന്ന് എന്ത് ചെയ്യുക? അരമണിക്കൂറായി ഞാൻ പുറത്തു നിന്നും ബെല്ലടിക്കുക. അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. അവൾ ഉറക്കമായിരിക്കും. ഞാൻ പുറത്തു നിന്നും പൂട്ടിയിട്ടാ പള്ളിയിൽ പോകാറ്. രാവിലെ കതകടയ്ക്കാനൊന്നും പുറത്ത് വിളിച്ച് ഇറങ്ങി വരത്തില്ല. വാ മോളെ, അകത്തേക്ക് കയറൂ. ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണി നോക്കട്ടെ. ഓക്കെ മുത്തശ്ശി, ഞാൻ പോയി അവളെ കുത്തി എണീപ്പിച്ചിട്ട് വരാം. മെഴ്സി ഓടി സ്റ്റെയർ കേസ് കയറി പാഞ്ഞു ചെന്ന് എലീനയുടെ ബെഡിൽ വീഴുന്നു. ഇടി പോത്തേ, എന്തുറക്കമായത്? എണീറ്റേ, ഗെറ്റപ്പ് ഗെറ്റപ്പ്. ഉറക്കം മുറിഞ്ഞ ആലസ്യത്തിൽ പാതി കണ്ണു തുറന്ന എലീന. എന്താടി രാവിലെ നിനക്ക്? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മേഴ്സി പറഞ്ഞു. പ്ലീസ് ഒന്ന് എഴുന്നേൽക്ക്, എനിക്കൊരു അത്യാവശ്യം കാര്യം പറയാനുണ്ട്. അതേസമയം തന്നെയാണ് എലീനയുടെ മുറിയുടെ വാതിൽ തുറന്ന് മിത്ര കടന്നു വന്നത്. ആ മുത്തേ, നീ എത്തിയോ? വാ, ഇവിടെ ഇരിക്കേ. എനിക്ക് നിങ്ങളെ 2 പേരെ കൊണ്ടും ഒരു സഹായം വേണം, അതാ വിളിപ്പിച്ചേ. എന്ത് സഹായമാടി നിനക്ക് ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് വേണ്ടത്? കണ്ണുകൾ പാതി തുറന്നുകൊണ്ട് എലീന ചോദിച്ചു. അത് പിന്നെ മേഴ്സി പാതിയിൽ നിർത്തി. എന്നിട്ട് കൂട്ടുകാരെ ഒന്നുകൂടി നോക്കിയ ശേഷം പറഞ്ഞു. എൻ്റെ ജെയ്സൺ, അവനൊരു സർപ്രൈസ് കൊടുക്കണം. നാളെ അവൻ്റെ ബർത്ത്ഡേ ആണ്. 2 ആഴ്ചയായിട്ട് ഞാൻ അവനോട് പിണങ്ങി നടക്കുക. നാളത്തോടെ ആ പിണക്കം മാറ്റണം. നിങ്ങൾ എൻ്റെ കൂടെ ഇന്ന് രാത്രി 12 മണിക്ക് അവൻ്റെ വീട്ടിൽ വരണം. മുകൾ നിലയിലാണ് അവൻ്റെ മുറി. അവനറിയാതെ അവിടെ കടന്ന അവന് വലിയ സർപ്രൈസ് ആകും. കേക്കും ഗിഫ്റ്റുമെല്ലാം അറേഞ്ച് ചെയ്തോളാം. നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നിന്നാൽ മതി. എവിടെ? ആ പ്രേത ബംഗ്ലാവിലോ? നിനക്കെന്താ വട്ടുണ്ടോ? നിന്റെ ഈ റിലേഷൻഷിപ്പ് തന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോഴാ ഇത് ശരിയാകില്ല മേഴ്സി, ഞങ്ങൾ വരില്ല, നീയും പോകില്ല. ബെഡ്ഷീറ്റ് വാരിക്കുടഞ്ഞുകൊണ്ട് എലീന ഒരൽപ്പം കടുപ്പിച്ചു പറഞ്ഞു. മുടി വാരി കെട്ടിക്കൊണ്ട് അവൾ മുറിയിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൽ കയറി പോകുന്നത് നോക്കി മേഴ്സിയും മിത്രയും ഒന്നും മിണ്ടാതെയിരുന്നു. അവസാന പ്രതീക്ഷ എന്ന പോലെ മേഴ്സി മിത്രയോട് പറഞ്ഞു. നീ എന്നെ ഹെൽപ്പ് ചെയ്യേ. അവളെ എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക? ശരിയാ, ജെയ്സന്റെ ഡാഡി പള്ളിക്കും പട്ടക്കാർക്കും ഒക്കെ എതിരായി ജീവിച്ചയാളാ. പക്ഷേ നാട്ടുകാർ പറയുന്ന പോലെ പ്രേതത്തെയും പിശാചിനെയും ആരാധിക്കുന്ന ആൾക്കാരൊന്നുമല്ല അവൻ്റെ കുടുംബക്കാർ. പാവം ചെയ്. ചെറുപ്പം മുതൽ സ്നേഹം കിട്ടാതെ വളർന്ന അവന് അതിൻ്റെതായ വാശിയും ദേഷ്യവും ഒക്കെ കാണും. പക്ഷേ എന്നെ ഒരുപാട് ഇഷ്ടം അവന്. മിത്ര എന്തെങ്കിലും പറയും മുമ്പേ എലീന ബാത്റൂമിൽ നിന്നും വരുന്നു. 2 പേരുടെയും ഇരിപ്പ് നോക്കിയ ശേഷം ഒരു ഗൗരവത്തിൽ എലീന പറഞ്ഞു. ജീവിതത്തിൽ വെറും നേരം പോക്കിന് വേണ്ടി മാത്രം ഒരുപാട് റിസ്കുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു റിസ്ക് കൂടി നമുക്കെടുക്കാം. നിന്റെ ജീവിതത്തിന് വേണ്ടി ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിന്റെ ആ ജെയ്സന്റെ മനസ്സ് ഇന്ന് നമ്മുടെ മുന്നിൽ തുറക്കും. പക്ഷേ അപകടത്തിലേക്കാണ് നിന്റെ പോക്കെന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ പിന്നെ അവനുമായി ഒരു ബന്ധവും ഞങ്ങൾ അനുവദിച്ചു തരില്ല. സന്തോഷത്തോടെ എലീനയെ കെട്ടിപ്പിടിച്ച് മേഴ്സി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അവൻ്റെ ബർത്ത്ഡേ ആയ നാളത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരും അവൻ്റെ സ്നേഹം സത്യമാണെന്ന്. അപ്പോൾ രാത്രി റെഡിയായി നിന്നു. ഞാൻ പിക്ക് ചെയ്യാൻ വരാം നിങ്ങളെ. സന്തോഷത്തോടെ മേഴ്സി മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത് നോക്കി നിന്നുകൊണ്ട് അതുവരെ നിശബ്ദയായിരുന്ന മിത്ര ചോദിച്ചു. എലീന, നീ ഉറപ്പിച്ചോ അവിടെ പോകുമെന്ന്? അവളെ പറഞ്ഞ ബന്ധത്തിൽ നിന്നും തിരുത്താനിരിക്കുമ്പോളാ ഇപ്പോൾ ഇങ്ങനൊരു കുരിശ്. വേണം മിത്ര, അവിടെ നമുക്ക് പോകണം. ജെയ്സന്റെ മനസ്സിലിരിപ്പ് അറിയാൻ മാത്രമല്ല, ജോർദാൻ ബംഗ്ലാവിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ. മരിച്ച പൂർവികരുടെ ശവശരീരങ്ങൾ ഈജിപ്ഷ്യൻ മമ്മികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കുടിയിരുത്തിയ ദുഷ്ടശക്തികളുടെ വിളയാട്ട നിലമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്ന ജോർദാൻ ബംഗ്ലാവ്. എലീന പറഞ്ഞു നിർത്തിയതും ജോർദാൻ ബംഗ്ലാവിൻ്റെ മുകളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ആൾതാമസമുണ്ടെന്ന് പോലും തോന്നിക്കാത്ത ബംഗ്ലാവിൻ്റെ വാതിലുകൾ തനിയെ തുറന്നു. അന്ന് രാത്രി വന്നെത്താൻ പോകുന്ന ഇരകളെ കണ്ടെത്തിയെന്ന പോലെ. ചീവീടുകളുടെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിലും കാർമേഘങ്ങളുടെ ഇടയിൽ ഒളിച്ചു കിടക്കുന്ന ചന്ദ്രന്റെ ഇത്തിരി വെളിച്ചത്തിലും മുങ്ങി നിൽക്കുന്ന പുരാതനമായ ഭീമൻ കെട്ടിടം. പാശ്ചാത്യതയും ഇന്ത്യൻ പാരമ്പര്യവും സമന്വയിപ്പിച്ച് നിർമ്മാണ രീതി കൊണ്ട് വ്യത്യസ്തമായ, എന്നാൽ വലുപ്പം കൊണ്ടും പഴമ കൊണ്ടും ഒരു വല്ലാത്ത തരം നെഗറ്റിവിറ്റി പുറപ്പെടുവിക്കുന്ന ബംഗ്ലാവ്, ജോർദാൻ ബംഗ്ലാവ്. കനത്ത മതിൽക്കെട്ടിനപ്പുറത്ത് ചില നിഴലുകൾ അനങ്ങി. അവ ബംഗ്ലാവിൻ്റെ തുരുമ്പെടുത്ത് ഇരുമ്പുകേറ്റ് ലക്ഷ്യമാക്കി നീങ്ങി. മുനിഞ്ഞു കത്തുന്ന ഹാലജൻ വിളക്കിൻ്റെ നരച്ച വെളിച്ചം പതിഞ്ഞപ്പോൾ മിത്രയെയും എലീനയെയും മേഴ്സിയെയും തെളിഞ്ഞു കാണായി.
ഡാ, ഗേറ്റ് പൂട്ടിയിട്ടില്ല, വാ പതുക്കെ തുറന്ന് അകത്ത് കയറാം. പാതി അടഞ്ഞ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് മേഴ്സി പറഞ്ഞു. എന്നാൽ ആ കനത്ത ഗേറ്റ് ഒരു ഇഞ്ച് പോലും അനങ്ങിയില്ല. അല്പനേരത്തെ ശ്രമത്തിന് ശേഷം പെൺകുട്ടികൾ ബംഗ്ലാവിനകത്ത് കയറാൻ മറ്റൊരു വഴി നോക്കി. മേഴ്സിയാണത് കണ്ടത്. ബംഗ്ലാവിൻ്റെ മതിലിൻ്റെ ഇടതുഭാഗത്തായി പുല്ലുകളും വള്ളിച്ചെടികളും കൊണ്ട് നിറഞ്ഞ് വൃത്താകൃതിയിലുള്ള ഒരു കുഞ്ഞു വാതിൽ. മരം കൊണ്ട് പണിത ആ വാതിൽ വഴി കഷ്ടിച്ച് ഒരാൾക്ക് കിടക്കാം. ഡാ, ഒന്ന് വേഗം വാ, ഇതുവഴി നമുക്ക് അകത്ത് കിടക്കാം, മേഴ്സി വിളിച്ചു. അവർ ഓരോരുത്തരായി പതുക്കെ ആ വാതിൽ വഴി മതിൽക്കെട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അകത്ത് കിടന്ന് അവർ ശരിക്കും ഞെട്ടുകയായിരുന്നു. മതിലിൻ്റെ പുറത്ത് നിന്ന് നോക്കുമ്പോൾ അടുത്തായി തോന്നിയിരുന്ന ബംഗ്ലാവ് ഇപ്പോൾ അകലത്തായി ഇരിക്കുന്നത് പോലെ. മാത്രവുമല്ല, അവർ കടന്നു വന്ന വഴിയിൽ നിന്നും ബംഗ്ലാവിലേക്കുള്ള വഴി മുൾക്കമ്പികൾ കൊണ്ട് അടച്ചിരിക്കുന്നു. പെൺകുട്ടികൾ ഭയത്തോടെ തിരിഞ്ഞു നോക്കി. അവർ വന്ന മരവാതിൽ ഇപ്പോൾ പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, അതിൻ്റെ നിർമ്മിതി പുറത്തുനിന്ന് മാത്രം തുറക്കാവുന്ന രീതിയാണ്. തങ്ങൾ വന്നുപെട്ടിരിക്കുന്ന അപകടത്തെപ്പറ്റി ബോധ്യമാകുന്നതിന് മുമ്പ് തന്നെ അവർ മൂവരും ആ മുരൾച്ച കേട്ടു. ഒപ്പം രക്തനിറമുള്ള പല്ലുകൾ കാട്ടി നീണ്ട നാക്ക് പുറത്തിട്ട് തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന ചെന്നായ്ക്കളെ പോലെയുള്ള ഒരു പറ്റം വേട്ടനായ്ക്കളെ കണ്ട് പെൺകുട്ടികൾ മൂവരും നടുങ്ങി വിറച്ചു. പെട്ടെന്നാണ് തുരുമ്പിച്ച വലിയ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. ഒപ്പം ബംഗ്ലാവിനെ ലക്ഷ്യമാക്കി ഒരു പഴയ മോഡൽ റോൾസ് റോയ്സ് കാറ് അകത്തേക്ക് പ്രവേശിച്ചു. ബംഗ്ലാവിൻ്റെ മുറ്റത്തെത്തിയ കാറിൽ നിന്നും നല്ല പൊക്കമുള്ള ഒരാൾ ഇറങ്ങുന്നതും അത് കണ്ടയുടനെ തങ്ങളുടെ നേരെ ചീറിയെടുത്ത വേട്ടനായ്ക്കൾ ആട്ടിൻ പട്ടങ്ങളെപ്പോലെ അയാളെ അനുഗമിക്കുന്നതും പേടിയോടെയും ആശ്ചര്യത്തോടെയും അവർ നോക്കി നിന്നു. ഞാൻ പറഞ്ഞതല്ലേ ഈ കളി നമുക്ക് വേണ്ട എന്ന്. ഇനി നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഇവിടെ ചിന്തകൾക്കും അപ്പുറമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ മിത്രയുടെ ശബ്ദം പേടിച്ച് ചിലമ്പിച്ചിരുന്നു. കുറ്റബോധത്താൽ തലതാഴ്ത്തി നിന്ന് കരയുന്ന മേഴ്സിയെ നോക്കി എലീന പറഞ്ഞു, ഇല്ലടാ, നമുക്കിനി ഇവിടെ നിന്നും പുറത്തു കടക്കണമെങ്കിൽ ജെയ്സനെ എങ്ങനെയെങ്കിലും കാണണം. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും തുറക്കാത്ത ആ ഗേറ്റ് ഇപ്പോൾ ആ കാറ് വന്നപ്പോൾ തുറന്നത് കണ്ടു. അത് വീണ്ടും അടഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ശക്തിക്കും യുക്തിക്കും നിരക്കാത്ത ഈ കളിയിൽ നമുക്കൊരു പിൻവാങ്ങൽ ഇനി സാധ്യമല്ല എന്നെനിക്ക് തോന്നുന്നു. മുൻപോട്ട് പോകാനേ കഴിയൂ ഇനി നമുക്ക്. ഇവിടെ നിന്നാൽ ആ വേട്ടപ്പട്ടികൾ ഒരുപക്ഷെ വീണ്ടും വന്നേക്കാം. ഇവൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ജെയ്സൺ ഒരുപക്ഷെ നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. അതിനാദ്യം ആ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ കടക്കണം. എലീന പറഞ്ഞു തീർത്തതും ദൂരെ എങ്ങു നിന്നോ ഒരു ഘടികാരം 12 തവണ ശബ്ദിച്ചു. ഒപ്പം നേരിയ നിലാവ് പരത്തിയിരിക്കുന്ന ചന്ദ്രൻ മേഘങ്ങൾക്കുള്ളിൽ പോയി മറഞ്ഞു. ഉറ്റാക്കൂരിരുട്ടിൽ അവർ മൂവരും പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് മുന്നോട്ട് നടന്നു, വരാൻ പോകുന്ന അപകടത്തെപ്പറ്റി അറിയാതെ. ഒരു ഊഹം വെച്ച് മുന്നോട്ട് നടന്ന അവരുടെ കണ്ണുകൾ പതുക്കെ ഇരുളുമായി പരിചയിച്ചു. കരിയിലകൾ വീണ കിടക്കുന്ന മുറ്റം, അതിരിൽ ഭീമാകാരൻ വേരുകളോട് കൂടിയ സർപ്പഗന്ധി മരങ്ങൾ, ചെറിയൊരു തടാകത്തോട് രൂപസാദൃശ്യമുള്ള നീന്തൽക്കുളം. ആരും ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കണം. കറുത്ത വെള്ളത്തിൽ സീൽക്കാരത്തോടെ പുളയുന്ന പാമ്പുകൾ, കൗതുകവും ഒപ്പം ഭയവും ഉണർത്തുന്ന അന്തരീക്ഷം. പതുക്കെ കാർമേഘങ്ങളിൽ ഒളിഞ്ഞു കിടന്ന ചന്ദ്രൻ പുറത്തേക്ക് വന്ന് പ്രകാശം ചുരിയാൻ തുടങ്ങി. പെൺകുട്ടികളിൽ നിന്നും ആശ്വാസത്തിൻ്റെതായ നിശ്വാസമുയർന്നു. അവർ ബംഗ്ലാവിൻ്റെ വാതിക്കലെത്തി. കരി പിടിച്ച ടൈലുകളും അരഭിത്തിയിൽ വിശ്രമിക്കുന്ന കൂമനും വീട്ടിൽ ആൾപ്പാർപ്പുണ്ടോ എന്ന് സംശയം ജനിപ്പിച്ചിരുന്നു. പാതി ചാരിയിരിക്കുന്ന വാതിൽ തുറന്ന് മൂവരും അകത്ത് കയറി. അരണ്ട വെളിച്ചമുള്ള വിശാലമായൊരു ഹാളായിരുന്നു അത്. പെട്ടെന്നായിരുന്നു പുറകിലൊരു അനക്കം അവർ ശ്രദ്ധിച്ചത്. തിരിഞ്ഞു നോക്കി അവർ വാതിൽ മറഞ്ഞ് തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ആ വലിയ മനുഷ്യനെ കണ്ടു. എന്താ, ആരാ നിങ്ങൾ? എന്തിനിവിടെ വന്നു? ഘനഗംഭീരമായ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ ജെയ്സൺ. ജെയ്സന്റെ പിറന്നാളല്ലേ, അത് വിഷ് ചെയ്യാൻ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി വന്നതാ, ഭീതിയോടെ മേഴ്സി പറഞ്ഞു. വെളിച്ചം മറഞ്ഞു നിൽക്കുന്നതിനാൽ അയാളുടെ മുഖം അവർക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. ആരോട് ചോദിച്ചിട്ട് നിങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു? അപ്രതീക്ഷിത അതിഥികളെ എനിക്ക് ഇഷ്ടമല്ല, പോ പുറത്ത്. ഇത്രയും പറഞ്ഞ അയാൾ പുറത്തേക്ക് നോക്കി അലറി. പാന്തർ കാം. നോക്കി നിൽക്കെ അവർ നേരത്തെ കണ്ട നായ്ക്കൂട്ടങ്ങളിൽ ഏറ്റവും വലുതും അങ്ങേയറ്റം ക്രൂരമായ മുഖത്തോടും കൂടിയതുമായ ഒരു വേട്ടപ്പെട്ടി അതിൻ്റെ ചോര കിനിയുന്ന നാക്ക് പുറത്തേക്കിട്ടുകൊണ്ട് അയാൾക്ക് മുന്നിലെത്തി. എൻ്റെ അരമന സൂക്ഷിക്കാൻ കഴിയാത്ത കാവൽക്കാരനെ എനിക്കിനി ആവശ്യമില്ല. അയാൾ പറഞ്ഞു തീർന്നതും പ്രാണവെപ്രാളത്തോടെ ഊരിയിട്ടുകൊണ്ട് ആ നായ നിലത്ത് കിടന്ന് പിടഞ്ഞു. പിന്നെ സ്വയം തൻ്റെ ശരീരം കടിച്ചു കീറാൻ തുടങ്ങി. ഭയന്നുപോയ പെൺകുട്ടികൾ ആ കാഴ്ച കാണാനാവാതെ കണ്ണടച്ചു. ഒടുവിൽ നേർത്ത ഞെരുക്കം മാത്രം ബാക്കിയാക്കി ആ വേട്ടപ്പെട്ടി തളർന്നു വീണു. നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ എനിക്ക് പല മാർഗങ്ങളുമുണ്ട്. ഈ ജോർദാൻ ബംഗ്ലാവിൽ ഇതുവരെ ആരും കടന്നു കയറിയിട്ടില്ല, പൊയ്ക്കോ. അത് പറഞ്ഞുകൊണ്ട് അയാൾ വാതിലിൻ്റെ മറവിൽ നിന്നും കുറച്ചു മാറി നിന്നു കൊടുത്തു. നേർത്ത വെളിച്ചത്തിൽ അയാളുടെ മുഖം കണ്ട പെൺകുട്ടികൾ ഞെട്ടിത്തെരിച്ചുപോയി. തങ്ങളോട് ഇത്രയും നേരം സംസാരിച്ച അയാളുടെ മുഖം ശൂന്യമായിരുന്നു. വെളുത്ത കൃഷ്ണമണികളുള്ള കണ്ണുകൾ മാത്രമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. മൂക്കും വായും ഉള്ളയിടം തികച്ചും ശൂന്യം. ഉള്ളിലുയർന്ന നിലവിളി അടക്കിപ്പിടിച്ച് ആ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കാനുള്ള ശക്തിയില്ലാതെ അവർ വാതിൽക്കലേക്ക് നടന്നു. നിൽക്കൂ. ഇത്തവണ ഒരു സ്ത്രീ ശബ്ദമായിരുന്നു.
തിരിഞ്ഞു നോക്കി അവർ പുറകിൽ അയാളെ കണ്ടില്ല. അയാൾ എങ്ങോട്ട് മാഞ്ഞുപോയെന്ന ആശ്ചര്യത്തിൽ നിന്ന പെൺകുട്ടികളുടെ നേരെ ഒരു മധ്യവയസ്ക നടന്നു വന്നു. അവർ പതിയെ പുഞ്ചിരിച്ച്, നിങ്ങൾക്കിന്നിവിടെ വിശ്രമിക്കാം, നേരം വെളുക്കുമ്പോൾ പോവുകയും ചെയ്യാം. അത് സാരമില്ല, ഞങ്ങളിപ്പോൾ തന്നെ പോയിക്കോളാം, ഒട്ടൊരു ഭീതിയോടെ മിത്ര പറഞ്ഞു. ആ സ്ത്രീയുടെ മുഖത്തെ ചിരിമാഞ്ഞു. പറയുന്നതനുസരിക്ക്, ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങിയാൽ ആ ഗേറ്റ് കടന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഈ മതിൽക്കെട്ടിനകത്ത് ഇരുട്ടിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്, മനുഷ്യന്റെ ജീവനെടുക്കാനുള്ള ശക്തി. ഇത്രയും പറഞ്ഞ് അവർ മുറിയിലേക്ക് നടന്നുപോയി. മെഴ്സിയും മിത്രയും എലീനയും അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയാണ്. അകത്തേക്ക് പോകണോ അതോ പുറത്തേക്ക് പോകണോ എന്ന ചോദ്യം അവർ പരസ്പരം മനസ്സുകൊണ്ട് ചോദിച്ചു. ഉത്തരം കിട്ടിയതുപോലെ മൂവരുടെയും കാലുകൾ അകത്തേക്കാണ് ചലിച്ചത്. ആ മുറിയിൽ വലിയൊരു ഊൺമേശയും പിന്നെ പല വലിപ്പത്തിൽ പലതരം കൊത്തുപണികളോട് കൂടിയ വലിയ ജാറുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഭിത്തിയിൽ ബ്രിട്ടീഷ് കാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച പൂർവികരുടെ ചിത്രങ്ങളും പുലിത്തോല്, മാൻകൊമ്പ്, ആനക്കൊമ്പ് എന്നിവ വച്ച് അലങ്കരിച്ചിരിക്കുന്നു. കൂറ്റൻ ഷാൻലിയർ വിളക്കുകളിൽ രക്തനിറത്തിലെ കണ്ണുകളോട് കൂടിയ വവ്വാലുകൾ വിശ്രമിക്കുന്നു. ഇതൊക്കെ നോക്കിക്കൊണ്ട് പെൺകുട്ടികൾ നടന്നു. ആ വലിയ വീട്ടിൽ നിന്നും ജെയ്സനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്നോ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എങ്ങനെ അറിയുമെന്നോ അവർക്കാർക്കും ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. എലീന, അത് നോക്കിക്കേ, മുകൾ നിലയിലേക്ക് കയറാനുള്ള കോണിപ്പടി. ജെയ്സന്റെ മുറി മുകളിലാണെന്ന് അവൻ പണ്ട് പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. നമുക്ക് കയറി നോക്കിയാലോ? ഹാളിൽ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പിരിയൻ കോണി ചൂണ്ടിക്കൊണ്ട് മെഴ്സി പറഞ്ഞു. നീ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. ഇനി ഇതിന്റെ മുകളിൽ പോയി വല്ല പ്രേതത്തിന്റെയും പിശാച്ചിന്റെയും ഒക്കെ വായിൽ ചെന്ന് കയറി കൊടുക്ക്, അമർഷത്തോടെ മിത്ര പറഞ്ഞു. നിങ്ങൾ വാ, നേരം വെളുക്കും വരെ നമ്മൾ ഇവിടെ തന്നെ നിന്നേ പറ്റൂ. നമുക്കൊന്ന് മുകളിൽ കയറി നോക്കാം, ഇതിന്റെയൊക്കെ സത്യാവസ്ഥ അറിയണമല്ലോ. എലീന പതുക്കെ ഗോണി കയറാൻ തുടങ്ങി. ഗോണി ചെന്ന് അവസാനിച്ചത് ഒരു നീളൻ ഇടനാഴിയിലേക്കാണ്. താഴത്തെ നിലയിലെ ഹാളിലുള്ളതുപോലെ പല വലിപ്പത്തിലുള്ള ഭരണികൾ അവിടെയും ഉണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു ഗന്ധം ആ മുറിയാകെ നിറഞ്ഞു നിന്നു. ഒരു ഇംഗ്ലീഷ് മ്യൂസിക് ചെറിയ ശബ്ദത്തിൽ അവിടെ നിറഞ്ഞു നിന്നിരുന്നു. മുറിയുടെ അറ്റത്ത് ഭിത്തിയിൽ ഒരു വലിയ കുരിശ് തലകീഴായി വച്ചിരിക്കുന്നു. അതിൻ്റെ അറ്റത്ത് നിന്നും എന്തോ താഴെ വച്ചിരിക്കുന്ന സ്ഫടികപാത്രത്തിലേക്ക് ഇറ്റി വീഴുന്നുണ്ട്. എലീന പതുക്കെ വിരൽ കൊണ്ടത് തൊട്ടുനോക്കി. പശപശപ്പുള്ള കട്ടച്ചോര. ഒരു നിമിഷം അവർ മൂവരും ഭയപ്പെട്ട് പുറകിലേക്ക് ആഞ്ഞു. മിത്ര, മെഴ്സി, നമ്മൾ കേട്ടതും ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ടതുമൊക്കെ കൂട്ടുവായിക്കുമ്പോൾ ഇവർ സാത്താൻ സേവകർ തന്നെയാണ്. കണ്ടില്ലേ, തല തിരിഞ്ഞ കുരിശ്, അതിനെ അഭിഷേകം ചെയ്തിരിക്കുന്ന രക്തം. പിന്നെ ഇതാ ഈ പുസ്തകം കണ്ടോ, സാത്താനിക് ബൈബിൾ. സാത്താൻ സേവ ചെയ്യുന്നവരുടെ ആരാധന പുസ്തകമാണിത്. അതുകൂടാതെ മുറിയിലെ ഈ പാട്ട് ശ്രദ്ധിച്ചോ? എലീന പറഞ്ഞത് കേട്ട് ഭയത്തോടെ അവർ ആ പാട്ടിന്റെ വരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ലൂസിഫർ റൈസ്, ലൂസിഫർ റൈസ്, റൈസ് ലൈക്ക് ദ സ്റ്റാർസ്, റൈസ് ലൈക്ക് ദ മോർണിംഗ് ലൈറ്റ്, റൈസ് ലൈക്ക് ദ സൺ ആൻഡ് ബ്ലൈൻഡ് മൈ ഐസ്. ആ പാട്ടിന്റെ വരികൾ തങ്ങളുടെ ഉള്ളിലെ ചെറിയ ധൈര്യത്തെ പോലും കീഴ്പ്പെടുത്തി കളയുന്നതായി അവർക്ക് തോന്നി. ഇടനാഴിയിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതന്വേഷിച്ച അവർ വലിയൊരു നക്ഷത്ര ചിഹ്നം പതിപ്പിച്ച ലോഹനിർമ്മിതമായൊരു വാതിൽ കാണുന്നു. നക്ഷത്ര ചിഹ്നത്തിന് നടുക്ക് ഒരു വ്യാലിയുടെ തല പോലുള്ള മറ്റൊരു ചിഹ്നം കൂടെ ഉണ്ടായിരുന്നു. മെഴ്സി, അപകടത്തിൽ നിന്നും അപകടത്തിലേക്ക് നമ്മുടെ പോക്ക്. മിത്ര പറഞ്ഞു തീർന്നതും മെഴ്സി ആ വാതിലിലെ നക്ഷത്ര ചിഹ്നത്തിന്റെ നടുക്ക് കയ്യമർത്തി. ചെറിയൊരു ഞെരുക്കത്തോടെ വാതിൽ നിരങ്ങി മാറി. പ്രത്യേകതരം ചുവന്ന വെളിച്ചമുള്ള മറ്റൊരു മുറി. 4-5 പടികൾ ഇറങ്ങി വേണം അകത്ത് പ്രവേശിക്കാൻ. ഒന്ന് സംശയിച്ച ശേഷം എലീനയാണ് മുറിക്കകത്തേക്ക് ആദ്യം പ്രവേശിച്ചത്. അവൾക്ക് പുറകെ മിത്രയും മെഴ്സിയും. വളരെ വിചിത്രമായിരുന്നു അവരവിടെ കണ്ട കാഴ്ചകൾ. എരിയുന്ന കൂറ്റൻ മെഴുകുതിരികളും മൃഗക്കൊഴുപ്പിൽ കത്തുന്ന റാന്തൽ വിളക്കുകളും ഒരു ഭാഗത്തായി വച്ചിരിക്കുന്ന വിറകടുപ്പിൽ രക്തനിറമുള്ള എന്തോ ദ്രാവകം തിളച്ചുമറിയുന്നു. പെട്ടെന്നാണ് അവർ ആ നിലവിളി കേട്ടത്. മുറിയുടെ മറ്റൊരു ഭാഗത്ത് നിന്നും ഓടി വരുന്ന മെഴ്സി. അവിടെ അവിടെ മെഴ്സി കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് ഒന്നേ നോക്കിയുള്ള എലീനയും ഇത്രയും. ഒരു നിലവിളി രണ്ടുപേരുടെയും തൊണ്ടയിൽ തടഞ്ഞു. പതുക്കെ തന്റെ ബോധം മറയുന്നത് എലീന അറിഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണിൽ അല്പം മുമ്പ് കണ്ട് ഭീകരമായ ആ കാഴ്ചയായിരുന്നു. മുറിയുടെ അറ്റത്ത് നന്നേ വെളിച്ചം കുറഞ്ഞൊരു ഭാഗത്ത് വച്ചിരിക്കുന്ന തടിയിൽ നിർമ്മിച്ചൊരു നീളൻ മേശ, അതിൽ കിടക്കുന്ന പൂർണ്ണ നഗ്നമായ പുരുഷ ശരീരം. അതിൻ്റെ കഴുത്തു മുതൽ അടിവയറ് വരെ നീളത്തിൽ കീറി 2 ഭാഗത്തേക്കായി തുറന്നിരിക്കുന്നു. ആന്തരിക അവയവങ്ങളെല്ലാം ഒരു കേടുപാടുകളും ഇല്ലാതെ അതാത് സ്ഥാനത്തുണ്ട്. ആ ശരീരം കണ്ടാണ് മെഴ്സി കരഞ്ഞുകൊണ്ട് ഓടി വന്നത്. അങ്ങോട്ടേക്ക് ഒന്നേ നോക്കിയുള്ള എലീന. ബോധം മറഞ്ഞവൾ താഴേക്ക് പതിച്ചു. മോളെ, കണ്ണു തുറക്ക്, നമുക്ക് ഈ മുറിക്ക് പുറത്തേക്ക് കടക്കണ്ടേ. മെഴ്സി, വാ, ഇവളെ ഒന്ന് പിടിക്ക്. ബോധമറ്റ് കിടക്കുന്ന എലീനയെ താങ്ങി എണീപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മിത്ര മെഴ്സിയോട് പറഞ്ഞു. ഇല്ല മിത്ര, ഞാനില്ല എങ്ങോട്ടും. ആരെ തേടിയാണോ ഞാനിവിടെ വന്നത്, ആര് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് കരുതിയാണോ നമ്മളിവിടെ നിന്നത്, അയാളാണ് അവിടെ. അങ്ങനെ മെഴ്സി പൊട്ടിക്കരഞ്ഞുപോയി. എന്ത്? ആ മരിച്ചു കിടക്കുന്നത് ജെയ്സൺ ആണെന്നോ? മിത്ര ഞെട്ടിത്തെരിച്ചുപോയി. കരഞ്ഞുകൊണ്ട് മെഴ്സി പറഞ്ഞു. അതെ, എൻ്റെ ജെയ്സൺ. ഈ നശിച്ച കോട്ടയിൽ കിടന്നവൻ പോയി. ചാവട്ടെ,
ഞാനും ചാവട്ടെ ഇവിടെ കിടന്ന്? ഓഹോ, അപ്പോൾ നിനക്ക് വേണ്ടി നിന്റെ വാക്ക് വിശ്വസിച്ച് ഇവിടെ വന്ന ഞങ്ങളുടെ ജീവനൊരു വിലയുമില്ലാലേ? ഇവിടെ കിടന്ന് ചാകാനല്ല നമ്മൾ വന്നത്, നമുക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, വാശിയോടെ മിത്ര പറഞ്ഞു. അതേസമയം എലീന സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. പതുക്കെ എഴുന്നേറ്റിരുന്ന അവൾ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. ഒരു നിലവിളിയോടെ എലീന മിത്രയെയും മെഴ്സിയെയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. തുറന്നു കിടക്കുന്ന വാതിൽ പുറത്തു നിന്നും ബന്ധിച്ചു. ഡാ, എന്താ എന്താ പറ്റിയ പെട്ടെന്ന്? മിത്ര, മെഴ്സി, ഞാൻ കണ്ടു ആ ശരീരം, അത് കണ്ണു തുറന്ന് നമ്മളെ തന്നെ നോക്കുകയായിരുന്നു, കിതപ്പോടെ എലീന പറഞ്ഞു. പെട്ടെന്ന് എലീന അടച്ച ആ മുറിയുടെ വാതിൽ അകത്തു നിന്നും ആരോ ശക്തിയായി അടിക്കുന്നതിൻ്റെയും പുറത്തേക്ക് തള്ളുന്നതിൻ്റെയും ശബ്ദം. 3 പെൺകുട്ടികളും നടുങ്ങി വിറച്ചു. പിന്നെ നേരെ കണ്ട ഇടനാഴിയിലേക്ക് ഓടാൻ തുടങ്ങി. ഇരുട്ട് മൂടിക്കിടക്കുന്ന ഇടനാഴി അറ്റമില്ലാത്തതുപോലെ നീണ്ടു കിടന്നു. ഓടിക്കതച്ച പെൺകുട്ടികൾ ആ വരാന്തയിലെ വെറും നിലത്തേക്ക് കുഴഞ്ഞു വീണുപോയി. സങ്കടവും ദാഹവും പേടിയും അവരെ ക്ഷീണിതരാക്കിയിരുന്നു. പെട്ടെന്നാണ് ആ ഇടനാഴിയിലെ മുറികളിലൊന്ന് തുറക്കപ്പെട്ടത്. ഇളം നീല വെളിച്ചമുള്ള ആ മുറിയിലെ പടുകൂറ്റൻ പിയാനോയുടെ മുന്നിലിരിക്കുന്ന വെളുത്ത ഗൗണിട്ട പെൺകുട്ടി. അവളുടെ വിരലുകൾ പതിയെ ചലിച്ചു. മനോഹരമായ സംഗീതം അവിടെ അലയടിച്ചു. മിത്രയുടെയും മെഴ്സിയുടെയും എലീനയുടെയും കർണപുടങ്ങളിൽ തട്ടി. തലച്ചോറിൽ അത് ഓളങ്ങളുണ്ടാക്കി. അവരുടെ സിരകൾ വലിഞ്ഞു മുറുകി. കണ്ണുകൾ ചുവന്നു നിറഞ്ഞു. ചുണ്ടുകൾ വിറകൊണ്ടു. അവർ സ്വന്തം നഖങ്ങൾ കൊണ്ട് കൈപ്പടത്തിൽ മുറിവുകളുണ്ടാക്കി ചോര വീഴ്ത്തി. പെട്ടെന്നാണ് ആ സംഗീതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടൊരു ശബ്ദം അവിടെ മുഴങ്ങിയത്. നിർത്ത് നിർത്ത്, നിന്റെ മരണസംഗീതം. ആ ഗാനത്തിൽ ലയിച്ചു നിന്ന പെൺകുട്ടികൾ കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ആ പിയാനോയോ പെൺകുട്ടിയോ ഉണ്ടായിരുന്നില്ല. പകരം അവർ നേരത്തെ കണ്ട മധ്യവയസ്കയായ സ്ത്രീയായിരുന്നു. പെൺകുട്ടികളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു, ഇവിടെ നിങ്ങൾ പലതും കാണും, പലതും കേൾക്കും. അതിനൊക്കെ കണ്ണും കാതും കൊടുക്കാൻ പോയാൽ ക്രൂരമായ മരണമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടത്തെ മണ്ണിനിപ്പോ വളമായനെ നിങ്ങൾ. ഒന്നും മനസ്സിലാവാതെ മൂവരും അവരെ തന്നെ നോക്കി. രഹസ്യം പറയുന്നത് പോലെ കുട്ടികളെ നോക്കി ശബ്ദം താഴ്ത്തി അവർ പറഞ്ഞു, ജോർദാൻ ബംഗ്ലാവിലെ സംഗീതത്തിന് കത്തിയുടെ മൂർച്ചയും മരണത്തിന്റെ ഗന്ധവുമാണ്. വാ, 3 പേരും. ഒന്നും മിണ്ടാതെ അവരെ പിന്തുടർന്ന പെൺകുട്ടികൾ എത്തിയത് ഇടനാഴിയിൽ നിന്നും തെക്കുമാറി ഒഴിഞ്ഞു കിടക്കുന്നൊരു മുറിയിലാണ്. ഈ രാത്രി നിങ്ങൾക്കിവിടെ വിശ്രമിക്കാം. പുലരാൻ ഇനിയും നാഴികകളുണ്ട്. അതുവരെ എന്ത് ശബ്ദം കേട്ടാലും പുറത്തു വരരുത്. ഇത്രയും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. കുറച്ചു മുമ്പേ നടന്നതൊക്കെയും എന്താണെന്ന് പോലും മനസ്സിലാകാതെ വല്ലാത്തൊരു മിഥ്യാലോകത്തെന്ന പോലെയായിരുന്നു എലീനയും മിത്രയും മെഴ്സിയും. അവർ പതുക്കെ മുറിയിലെ തടിക്കട്ടിലേക്കിരുന്നു. എന്താടാ ഇതൊക്കെ? ആരവിടെ പിയാനോ വായിച്ചത്? എനിക്ക് പേടി തോന്നുന്നു. ആ സംഗീതം അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. അത് കേട്ട് ആ മ്യൂസിക്കിൽ അലിഞ്ഞ് അവിടെ തന്നെ മരിച്ചു വീണാലോ എന്ന് പോലും തോന്നിപ്പോയി. മെഴ്സി പറഞ്ഞത് കേട്ട് എലീനയും മിത്രയും ഭീതിയോടെ പരസ്പരം നോക്കി. അവരും മെഴ്സിയുടെ അതേ മാനസികാവസ്ഥയിൽ കൂടി തന്നെയായിരുന്നു കടന്നുപോയത്. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ ചാടി എഴുന്നേറ്റ് എലീന പറഞ്ഞു, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മളൊരു 2 മിനിറ്റ് കൂടെ ആ പാട്ട് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഇവളുടെ വട്ടിപ്പോ നിനക്കും പിടിച്ചോ? ആ പാട്ടെന്താ നമ്മളെ പിടിച്ചു വിഴുങ്ങുമോ? പുച്ഛത്തോടെ മിത്ര ചോദിച്ചു. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാനൊരിക്കൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അതിൽ ഈ പിയാനോ സംഗീതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 1936 റെസോ സെറസ് എന്ന പിയാനിസ്റ്റ് എഴുതിയതാണ് ഹംഗേറിയൻ സൂയിസൈഡ് സോങ് എന്ന് കുപ്രസിദ്ധി നേടിയ ദി ഗ്ലൂമി സൺഡേ. അതിൻ്റെ ഓതറടക്കം ഏകദേശം 100ഓളം പേരുടെ ആത്മഹത്യക്ക് കാരണമായ ആ പാട്ട് പിന്നീട് 2002 ബാൻ ചെയ്യുകയായിരുന്നു. ഈ പാട്ട് കേട്ട് എല്ലാവരും അപ്പോൾ തന്നെ മറ്റൊരു കാരണവുമില്ലാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ആ പാട്ടിൻ്റെ നോട്ട്സാണ് ഇന്ന് നമ്മൾ കേട്ടത്. മരണം നമ്മുടെ പുറകിലുണ്ട്. ഓരോ നിമിഷവും നമ്മൾ സൂക്ഷിക്കണം. എലീന പറഞ്ഞു തീർന്നതും മുറിക്ക് പുറത്ത് ഇരുൾ മൂടിയ വരാന്തയിൽ വെച്ച ജാറുകളിലൊന്നിൽ വിള്ളൽ വീണു. അതിൽ നിന്നും വികൃതമായ മൊട്ടത്തലയോടുകൂടി അഴുകി തുടങ്ങിയ ഒരു ശരീരം പുറത്തിറങ്ങി. ഇവരുടെ മുറി ലക്ഷ്യമാക്കി അത് 4 കാലിൽ പുറത്തേക്കിഴഞ്ഞു. ആ വികൃത രൂപത്തിന്റെ ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന കറുത്ത ദ്രാവകവും വിരൽ വണ്ണത്തിലുള്ള പുഴുക്കളും മുറിയുടെ വിടവിൽ കൂടി അകത്തേക്ക് കടന്നു. അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നത് എവിടെ നിന്നാണെന്നറിയാതെ മൂക്കുപൊത്തി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു പെൺകുട്ടികൾ മൂവരും. പതുക്കെ അന്തരീക്ഷത്തിൽ ഗ്ലൂമി സൺഡേയിലെ ശോകമായ വരികൾ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ഡെത്ത് ഈസ് നോ ഡ്രീം എന്ന ഗാനം. 2 കൈകൊണ്ടും കാതുകൾ പൊത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് മുറിയിലെ കട്ടിലിൽ ഇരിക്കുകയാണ് എലീനയും മെഴ്സിയും മിത്രയും. മുറിയിലേക്ക് അരിച്ചു കയറുന്ന ദുർഗന്ധവും തങ്ങളുടെ ജീവനെടുക്കാനെന്ന പോലെ അന്തരീക്ഷത്തിലെങ്ങോ ഉയർന്നു കേൾക്കുന്ന മരണത്തിന്റെ സംഗീതവും അവരെ നിസ്സഹായതയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. കാലിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയാണ് മിത്ര നോക്കിയത്. വിരൽ വണ്ണത്തിലുള്ള കറുത്ത പുഴുക്കൾ കാൽവണ്ണയിലേക്ക് അരിച്ചു കയറുന്നത് കണ്ടതും അലറി വിളിച്ചുകൊണ്ടവൾ എഴുന്നേറ്റു. തറയിലേക്ക് നോക്കിയപ്പോൾ 100 കണക്കിന് പുഴുക്കൾ കട്ടിലേക്ക് കയറുന്നു. ചിലത് അവളുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. പേടിയും മറപ്പും കാരണം മിത്ര മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടാൻ നോക്കി. എലീനയും മെഴ്സിയും കാര്യം മനസ്സിലാകുന്നതിന് മുമ്പേ അടച്ചിരിക്കുന്ന കതക് തുറന്ന മിത്ര പുറത്തെത്തിയിരുന്നു.
മുറിയിൽ നിന്നും പുറത്തെത്തിയ മിത്രയുടെ പുറകിൽ 2 പാളികളുള്ള ആ കതകടഞ്ഞു. എലീനയും മെഴ്സിയും കാര്യമറിയാതെ ഒരു നിമിഷം ശങ്കിച്ചു നിന്നെങ്കിലും പെട്ടെന്ന് തന്നെ അപകടം മനസ്സിലാക്കി അവർ അടഞ്ഞുപോയ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ വാതിൽ എന്നേക്കുമായി അവർക്ക് മുന്നിൽ അടഞ്ഞിരുന്നു. ഇത്ര സമയം തങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്ന ദുർഗന്ധവും അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടിരുന്ന ആ പാട്ടുമൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒന്നും ചെയ്യാനാകാതെ എലീനയും മെഴ്സിയും ആ മുറിയിൽ സങ്കടപ്പെട്ടിരുന്നു. മുറിക്ക് പുറത്തേക്കെത്തിയ മിത്ര പലതവണ കതക് തട്ടി എലീനയെയും മെഴ്സിയെയും വിളിച്ചെങ്കിലും ആ ഭീമാകാരൻ കതകിന് അപ്പുറവും ഇപ്പുറവുമായി തങ്ങൾ പെട്ടുപോയി എന്ന് അവൾക്ക് മനസ്സിലായി. ബംഗ്ലാവിനകത്തേക്ക് കടക്കാൻ നേരം മൂവരുടെയും മൊബൈൽ ഫോൺ ഗേറ്റിന്റെ അപ്പുറത്ത് പാർക്ക് ചെയ്ത് തങ്ങളുടെ കാറിൽ വെച്ച് അകത്തേക്ക് കയറാൻ തോന്നിയ നിമിഷത്തെ അവൾ ശപിച്ചു. ഈ ബംഗ്ലാവിൽ വന്നപ്പോൾ കണ്ട ആ സ്ത്രീയെ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ തന്നെ സഹായിച്ചേനെ. മറ്റു വഴിയില്ലാതെ ഇടറുന്ന കാലുകളോടെ മിത്ര ആ ഇരുളടഞ്ഞ ഇടനാഴിയിൽ കൂടെ മെല്ലെ മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് അവളത് കണ്ടത്. ആ നീണ്ട ഇടനാഴി അവസാനിക്കുന്നിടത്ത് തങ്ങൾ ആദ്യം കണ്ട ആ തല തിരിച്ചു വെച്ച കുരിശും അതിനു മുന്നിൽ മുട്ടുകുത്തി തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു രൂപവും. ഭയം കാരണം മിത്രയുടെ കാലുകൾ വേച്ചുപോയി. അതേ നിമിഷം തന്നെയാണ് അവളത് ശ്രദ്ധിച്ചത്. അത് തങ്ങൾ ആദ്യം കണ്ട ആ മധ്യവയസ്കയായ സ്ത്രീയല്ലേ? അതെ, രൂപം കണ്ടിട്ട് അവർ തന്നെ. ഈ സ്ത്രീയും ചെകുത്താൻ ആരാധിക്കുകയാണോ? ആന്റി ക്രിസ്റ്റിന്റെ സിംബലാണ് ഈ കുരിശിനെന്നല്ല എലീന പറഞ്ഞത്. ആ എന്തെങ്കിലും ആകട്ടെ, ഒന്നുമില്ലെങ്കിലും 2 തവണ തങ്ങളെ രക്ഷിച്ചതല്ലേ. നേരം പുലരാൻ ഇനി കുറച്ചു മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. മിത്രയ്ക്ക് ചെറുതായി ഒരു ആശ്വാസം തോന്നി. അവൾ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു. മുട്ടുകുത്തിയിരിക്കുന്ന അവരുടെ തൊട്ടുപുറകിലായി അവൾ നിന്നു. മേഡം, പ്രാർത്ഥിക്കുമ്പോൾ ശല്യപ്പെടുത്തരുതെന്നറിയാം, പക്ഷെ എന്നെ ഒന്ന് സഹായിക്കണം. ആ മുറി വിട്ടറിയാതെ പുറത്തിറങ്ങിപ്പോയി. എന്നെ ഒന്ന് എൻ്റെ കൂട്ടുകാരുടെ അടുത്തെത്തിക്കണം. ഒറ്റ ശ്വാസത്തിൽ അവളെങ്ങനെ പറഞ്ഞെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. പെട്ടെന്ന് തൻ്റെ കാലിൽ ചൂടുള്ള നനവ് മിത്രയ്ക്ക് അനുഭവപ്പെട്ടു. താഴോട്ട് നോക്കി അവൾ കാൽപാദങ്ങളെ നനച്ചുകൊണ്ട് തറയിലേക്ക് പരന്നൊഴുകുന്ന രക്തം കണ്ട് ഞെട്ടി. ഒരു നിലവിളി അവളുടെ തൊണ്ടയിൽ അമർന്നു. തൊട്ടുമുന്നിൽ മുട്ടുകുത്തി നിന്ന ആ സ്ത്രീയുടെ ശരീരം പിന്നിലേക്ക് മലച്ചു. അവരുടെ തൊണ്ടക്കുഴിയിൽ ഒരു കടാര തറച്ചിരുന്നു. മുറിവിൽ കൂടി അപ്പോഴും രക്തമൊഴുകുകയായിരുന്നു. മിത്രയുടെ കണ്ണുകൾ തുറിച്ചു. പേടിച്ചു വിറച്ചവൾ മുന്നിൽ കണ്ട വഴിയെ ഓടി. തറയിൽ വീണും ഉരുണ്ടെഴുന്നേറ്റും ഓടി അവൾ എത്തിപ്പെട്ടത് ജെയ്സന്റെ മുന്നിലായിരുന്നു. കഴുത്തു മുതൽ അടിവയർ വരെ നീളത്തിൽ കീറിയ കടവായിൽ നിന്നും ചോരയൊലിപ്പിച്ച് ഇടറുന്ന ചുവടുകളോടെ നടക്കുന്ന ജെയ്സൺ. അവന്റെ തുറന്ന ശരീരത്തിൽ ഇടവിട്ട് തുടിക്കുന്ന ഹൃദയം. അതിൽ നിന്നും ചോര ഒഴുകുന്നുണ്ട്. അവന്റെ തൊണ്ടയിൽ നിന്നും കിണറിൽ നിന്നും വരുന്ന പോലെ എന്തോ അവ്യക്തമായ ശബ്ദം. ഭീകരമായ ആ കാഴ്ചയിൽ തന്റെ ശരീരം തളരുന്നത് മിത്ര അറിഞ്ഞു. തളർച്ചയോടെ അവളുടെ കൈകൾ ഒരു താങ്ങിനായി പരതി. തൊട്ടുപുറകിലുള്ള ചുമരിൽ തൊട്ടതും കൊഴുത്ത എന്തോ ഒരു വസ്തുവിലേക്ക് തന്റെ കൈ പൂണ്ടുപോയത് അവൾ അറിഞ്ഞു. വായുവിൽ ആ ദുർഗന്ധം വീണ്ടും വന്നു. ഭീതിയോടെ അവൾ തല തിരിച്ചു നോക്കി. അഴുകി തുടങ്ങിയ ശരീരത്തോടു കൂടിയൊരു രൂപം. അതിൻ്റെ മൊട്ടത്തലയിലെ മുറിവിൽ നിന്നും പുളച്ചു വരുന്ന കറുത്ത പുഴുക്കൾ. അതിൻ്റെ നെഞ്ചിലേക്കാണ് താൻ കൈകൊണ്ട് തൊട്ടത്. തൊട്ടപാടെ അഴുകിയ ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കൈ കയറി പോവുകയായിരുന്നു. അലറി വിളിച്ചുകൊണ്ട് കൈ വലിച്ചെടുത്ത മിത്ര ഓടാൻ ശ്രമിച്ചു. അപ്പോൾ അതാ മുന്നിൽ കടാര തൊണ്ടയിൽ ആഴ്ന്നിറങ്ങിയൊരു രൂപം. മുന്നോട്ടും പിന്നോട്ടും പോകാനാകാതെ 3 വികൃത രൂപങ്ങൾക്കിടയിൽ നിസ്സഹായിയായി മിത്ര നിന്നു. പതുക്കെ അവളുടെ ബോധം മറഞ്ഞു. മിത്രയെ രക്ഷിക്കണം, അവൾ അപകടത്തിലാണ്. പക്ഷെ അതിന് തങ്ങൾ ഈ മുറിക്ക് പുറത്തു കിടക്കണം. പക്ഷെ എങ്ങനെ? തുറക്കാൻ പറ്റാത്ത രീതിയിൽ ബലമായി അടഞ്ഞിരിക്കുകയാണ് ഈ ഭീമാകാരൻ വാതിൽ. അടച്ചിട്ട മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരു വഴി തേടി മെഴ്സിയും എലീനയും നിന്നു. ഒരു വഴിയുണ്ട്, നീ വാ, ആവേശത്തോടെ എലീന പറഞ്ഞു. നിന്റെ ചുരിദാറിന്റെ ഷാളിങ്ങെടുക്ക്. തെല്ലൊരു സംശയത്തോടെ മെഴ്സി പിൻ ചെയ്തു വെച്ച ഷോളൂരി എലീനയ്ക്ക് കൊടുത്തു. അവൾ അവളുടെ ജീൻസിന്റെ കൂടെ അണിഞ്ഞിരിക്കുന്ന നീളൻ സ്റ്റോൾ എടുത്ത് അത് രണ്ടും കൂടി കൂട്ടിക്കെട്ടി. അതിനുശേഷം ബെൽറ്റ് ഊരിയെടുത്ത് അതും കൂടെ അറ്റത്ത് വെച്ച് കെട്ടി. മെഴ്സി ഉടൻ തന്നെ ജനാലയിലിട്ടിരുന്ന പൊടി പിടിച്ച കർട്ടൻ ഊരിയെടുത്തു എലീനയ്ക്ക് കൊടുത്തു. അവൾ അതും കൂടെ വലിച്ചു കെട്ടി നീളമുള്ള കയറാക്കിയെടുത്തു. ശേഷം ഒരറ്റം കട്ടിലിന്റെ കാലിൽ കെട്ടി, മറ്റേ അറ്റം ജനൽ വഴി പുറത്തേക്കിട്ടു. പുറത്ത് കുറ്റാക്കൂരി ഇരുട്ടായിരുന്നു. എന്നാലും ഒരു ഉദ്ദേശം വെച്ച് പുറത്തേക്ക് ചാടി ഇറങ്ങാമെന്ന് അവൾ കണക്ക് കൂട്ടി. പുലരും വരെ ഇവിടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അറിഞ്ഞുകൊണ്ടും ഇത്രയും മരണത്തിന് വിട്ടുകൊടുക്കുന്ന പോലെയായിരിക്കും അത്. പാടില്ല, എന്ത് വില കൊടുത്തും അവളെ രക്ഷിച്ചേ പറ്റൂ, എലീന മനസ്സിലോർത്തു. മെഴ്സി വാ, നമുക്കിതുവഴി പുറത്തിറങ്ങാം. എന്നിട്ട് മുൻവശത്തെ ഡോർ വഴി പതുക്കെ അകത്തേക്ക് കയറാം. എലീന, അത് വേണോ? പുറത്തേക്ക് പോയാൽ എന്തൊക്കെ അപകടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുക എന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല, പേടിയോടെ മെഴ്സി പറഞ്ഞു. ഓഹോ, അപ്പോൾ മിത്ര, നിനക്കിപ്പോൾ നമ്മുടെ സേഫ്റ്റിയാ പ്രധാനമല്ലേ? ഡോണ്ട് ബി സോ സെൽഫിഷ്. നീ ഇവിടെ സുരക്ഷിതയായി ഇരുന്നോ. ഞാൻ എന്തായാലും താഴേക്കിറങ്ങാൻ തീരുമാനിച്ചു. ഐ എം റിയലി സോറി. ഞാനങ്ങനെ ഒന്നും ആലോചിച്ച് പറഞ്ഞതല്ല. വാ, നമുക്കിറങ്ങാം. ആ ശരി. എലീന പതുക്കെ ജനൽ വഴി താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കയറാക്കി കെട്ടിയ കർട്ടൻ തുണി പതുക്കെ പകുതി വെച്ച് പിരിയാൻ തുടങ്ങി. അത് ശ്രദ്ധിച്ച മെഴ്സി കൈ താഴേക്കിട്ട് നിലവിളിച്ചു. അയ്യോ എലീന, നോക്ക്, നീ മുകളിലേക്ക് കയറ്, ഇത് അപകടമാണ്, നീ വീഴും.
മേലേക്ക് നോക്കി എലീനയും പിഞ്ഞി തുടങ്ങുന്ന തുണി കണ്ടു. താഴെ എത്താൻ എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായില്ല. മുകളിലേക്ക് കയറാൻ അവൾ കൈ നേടിക്കൊടുത്തു. എന്നാൽ മെഴ്സിയുടെ കയ്യിൽ പിടുത്തം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ തുണി മുഴുവനായി കീറി അവൾ താഴേക്ക് പതിച്ചു. നടുപിടിച്ചാണ് എലീന വീണത്. എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല. വേദനയാൽ എലീന ഞെരുങ്ങി. മുകളിലെ മുറിയിൽ നിന്നും മെഴ്സിയുടെ പരിഭ്രമത്തോടെയുള്ള വിളി അവൾ കേട്ടു. കിടന്നിടത്ത് നിന്നും അവൾ കഷ്ടപ്പെട്ട് തലയുയർത്തി നോക്കി. മുകളിലെ മുറിയിൽ താഴേക്ക് നോക്കി നിൽക്കുന്ന മെഴ്സി. അവൾ തൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അതാ പെട്ടെന്ന് മെഴ്സിയുടെ പുറകിൽ മറ്റൊരു രൂപം എലീന കണ്ടു. എന്നാൽ ഉടൻ തന്നെ ആ ജനാല വലിയൊരു ശബ്ദത്തോടെ അവൾക്ക് മുന്നിൽ അടഞ്ഞു. തങ്ങൾ 3 പേരും ഇപ്പോൾ 3 ദിക്കിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന സത്യം എലീന പേടിയോടെ മനസ്സിലാക്കി. പുലരാൻ ഇനിയും നാഴികകൾ മാത്രമാണ് ബാക്കി. പക്ഷെ ആരോ കൃത്യമായി ചിട്ടപ്പെടുത്തിയൊരു നാടകത്തിന്റെ അവസാനം തങ്ങളുടെ ജീവനറ്റ ശരീരങ്ങളായിരിക്കുമോ ഈ ബംഗ്ലാവ് വിട്ട് പുറത്തേക്ക് പോവുക? എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. കഠിനമായ വീഴ്ചയായിരുന്നു. എന്ത് വിധിയാണ് ഈശ്വര ഞങ്ങളുടെ? മിത്ര ഇപ്പോൾ എവിടെയായിരിക്കും? ആ മുറിക്കുള്ളിൽ മെഴ്സിയുടെ പുറകിൽ താൻ കണ്ട രൂപം ആരുടേതാണ്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി എലീന കിടന്നു. അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്നാണ് ആ മുരൾച്ച അവൾ കേട്ടത്. തൻ്റെ ചുറ്റിനും ഒരു പറ്റം ചോരക്കണ്ണുകൾ തിളങ്ങുന്നത് ഞെട്ടലോടെ അവൾ കണ്ടു. ആ വേട്ടപ്പട്ടികൾ തന്നെ കടിച്ചു കീറാൻ അധികം താമസമില്ല എന്ന് മനസ്സിലാക്കിയ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ചുറ്റിനും വേട്ടപ്പട്ടികളുടെ മുരൾച്ച മാത്രം. പട്ടികൾ തന്നെ ഇപ്പോൾ കടിച്ചു കീറി കൊല്ലുന്നതും പ്രതീക്ഷിച്ച് എലീന കിടന്നു. അവ പതുക്കെ വന്ന് അവളെ മണപ്പിച്ചു. ചെറുതായി മുരണ്ടുകൊണ്ട് ചോര കിനിയുന്ന നാക്ക് നീട്ടി നുണഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ദേഹമാസകലം ചോരയൊലിപ്പിച്ചുകൊണ്ട് ഒരു ഭീമാകാരൻ നായ അവിടേക്കെത്തി. ഭയങ്കരമായ ശബ്ദത്തിൽ അത് കുരച്ചു. കൂട്ടമായെത്തിയ വേട്ടപ്പട്ടികൾ ഇരുവശത്തേക്കും വഴിമാറിക്കൊടുത്തു. പേടിച്ചു വിറച്ചു കിടക്കുന്ന എലീനയുടെ അടുത്തേക്ക് ആ ഭീമാകാരൻ നായ നടന്നെടുത്തു. തൽക്ഷണം അത് എലീനയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് അവളെ മുന്നോട്ട് വലിച്ചഴിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് ഓടണമെന്ന് അവൾ ആഗ്രഹിച്ചെങ്കിലും വീണതിന്റെ വേദനയും പിന്നെ ഭയവും നിമിത്തം അവൾക്കതിനായില്ല. ബംഗ്ലാവിന്റെ വലതുഭാഗത്തുള്ള മുറിയിൽ നിന്നായിരുന്നു എലീന വീണത്. അവിടെ നിന്നും ആ വേട്ടനായ അവളെ വലിച്ച് ബംഗ്ലാവിന്റെ മുൻവശത്തെ ഡോറിൽ കൊണ്ടിട്ടു. ശേഷം യജമാനന്റെ ആജ്ഞ കേൾക്കാനെന്ന പോലെ അവളുടെ മുന്നിലിരുന്നു. എലീന ചെറുതായി ധൈര്യം വീണ്ടെടുത്തു. അവൾ പതുക്കെ കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എല്ലും നുറുങ്ങുന്ന വേദന. എങ്കിലും അവിടുന്ന് രക്ഷപ്പെടാനും ജീവിക്കാനുമുള്ള പ്രേരണ കാരണം അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പാന്തർ, ഇനി നീ പോയിക്കോ. പെട്ടെന്നാണ് ആ മുഴക്കമുള്ള ശബ്ദം അവൾ കേട്ടത്. ചെറുതായി ഒരു ശബ്ദമുണ്ടാക്കിയതിനു ശേഷം പാന്തർ എന്ന നായ ഇരുളിലേക്ക് പോയി മറഞ്ഞു. എഴുന്നേൽക്കാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ വേച്ചുപോയ എലീനയെ ബലമുള്ളൊരു കൈത്തലം താങ്ങി. മുഖമുയർത്തി നോക്കി അവൾ അമ്പരന്ന് പോയി. തൻ്റെ മുന്നിൽ നിൽക്കുകയാണ് തങ്ങൾ ആദ്യം കണ്ട മുഖമില്ലാത്ത ആ മനുഷ്യൻ. പേടിയോടെ കൈ വിടുവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പുറകിലേക്ക് മാറി. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നീ നിന്റെ കൂട്ടുകാരുടെ കൂടെ ഈ ബംഗ്ലാവിൽ പ്രവേശിച്ച് ആ നിമിഷം ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇവിടുന്ന് തിരിച്ചു പോകാൻ. പക്ഷെ കേട്ടില്ല നിങ്ങൾ. അവൾ മാർത്ത, ആ പിശാചാണ് നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയത്. നിനക്കിപ്പോഴും സമയമുണ്ട്. തിരിച്ചു പോ, ഈ നിമിഷം തന്നെ. പുറത്തേക്ക് കൈ ചൂണ്ടി അയാൾ പറഞ്ഞു. അത് എനിക്ക് കഴിയില്ല. സഹായിക്കണം എന്നെ. എൻ്റെ കൂട്ടുകാരികൾ ഈ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. അവരെ കണ്ടെത്താതെ ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നത് സാധിക്കില്ല. കണ്ണീരോടെ എലീന പറഞ്ഞു. നീ വൈകിപ്പോയി. അപകടത്തിലേക്കാണ് നിങ്ങൾ നടന്നു കയറിയത്. നിന്റെ കൂട്ടുകാരികളിൽ ഒരാളെ നിനക്ക് എപ്പോഴേ നഷ്ടമായി കഴിഞ്ഞു. മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ജീവനും നിനക്ക് നഷ്ടപ്പെടും. ഈ ബംഗ്ലാവിൽ നീ കണ്ട ആരും സത്യമല്ല. ശരീരം നഷ്ടപ്പെട്ട ആത്മാക്കളാണെല്ലാം, രക്തദാഹികളായ ആത്മാക്കൾ. ഇനി പറ, നിനക്ക് മുന്നോട്ട് പോകണോ അതോ രക്ഷപ്പെടണോ? എനിക്ക് അവരെ കണ്ടുപിടിക്കണം. മറ്റൊന്നിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല, എലീന പറഞ്ഞു. ശരി, ഇപ്പോൾ അർദ്ധരാത്രി 2 മണി. ദുഷ്ടാത്മാക്കൾക്ക് ശക്തി കൂടുന്ന സമയം. നിനക്കൊരു മണിക്കൂർ ഞാൻ തരാം. അതിൻ്റെ ഉള്ളിൽ നിനക്ക് കണ്ടെത്താനുള്ളവരെ കണ്ടെത്തി തിരിച്ചു പോകാൻ കഴിയുമെങ്കിൽ നീ ശ്രമിക്കുക. പക്ഷെ അത് കഴിഞ്ഞാൽ നിന്നെ സഹായിക്കാൻ ശ്രമിച്ച ഞാൻ തന്നെ നിന്റെ അന്തകനായി എന്ന് വരും. ഇത്രയും പറഞ്ഞ ആ രൂപം പുറത്തേക്ക് നടന്നു മറഞ്ഞു. അയാളുടെ പുറകിൽ വാതിലടയുന്നത് നോക്കി ചുറ്റിനും കനത്തു വരുന്ന ഇരുട്ടിൽ എലീന നിന്നു. എങ്ങോട്ടേക്ക് പോകണമെന്ന് അവൾക്ക് മനസ്സിലായില്ല. പിന്നെ ആദ്യം മുകളിലേക്ക് പോകാം. തങ്ങൾ താമസിച്ച ആ മുറിയിൽ വെച്ചായിരുന്നല്ലോ മിത്രയെ മിസ്സായതും. മെഴ്സി ഒരു പക്ഷെ അതിനകത്ത് തന്നെയായിരിക്കും. ഇങ്ങനെയൊക്കെ വിചാരിച്ച എലീന മുകളിലേക്ക് പിരിയൻകോണി കയറാൻ തുടങ്ങി. രാത്രിക്കൊരു ഭീകരഭാവം കൈവന്നിരിക്കുന്നു. മുനിഞ്ഞു കത്തിയിരുന്ന ഷാൻലിയാർ വിളക്കുകൾ ശക്തമായ കാറ്റിൽ ഇളകിയാടാൻ തുടങ്ങി. ദൂരെ എങ്ങു നിന്നോ നായ്ക്കളുടെ ഓരിയിടൽ ശബ്ദം. എലീന ഓരോ സ്റ്റെപ്പുകൾ മുന്നിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴും മുറികളിൽ നിരത്തി വച്ചിരുന്ന ജാറുകൾ പൊട്ടിയടരാൻ തുടങ്ങി. അതിനുള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന ശവശരീരങ്ങൾക്ക് അനക്കം വെച്ചു. പുഴുക്കളെ പോലെ അവ തറയിൽ ഇഴയാൻ തുടങ്ങി. അപ്പോഴേക്കും എലീന പടികൾ കയറി മുകളിലെത്തിയിരുന്നു. മുകളിലെത്തിയപ്പോഴേ കണ്ടു തറയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനെന്ന പോലെ ഇരിക്കുന്ന സ്ത്രീരൂപം.
എലീനയുടെ സാമീപ്യം അറിഞ്ഞെന്ന പോലെ അവർ പതുക്കെ മുഖം തിരിച്ചു. വരണ്ട ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു. കൂട്ടുകാരെ നഷ്ടപ്പെട്ടു അല്ലേ? അവരെ കാണിച്ചു തരാം, മുരളുന്നത് പോലെയുള്ള ശബ്ദത്തിൽ പറഞ്ഞു. അവർ എലീനയുടെ കൈ പിടിച്ചു. മരവിച്ച കൈയുടെ സ്പർശമേറ്റപ്പോൾ തൻ്റെ രക്തത്തിൽ കൂടെ തണുപ്പ് ഇരച്ചു കയറുന്നത് പോലെയാണ് എലീനയ്ക്ക് അനുഭവപ്പെട്ടത്. അരണ്ട വെളിച്ചത്തിൽ തൻ്റെ കൈ പിടിച്ച സ്ത്രീരൂപത്തെ എലീന തിരിച്ചറിഞ്ഞു. ആദ്യം ഈ ബംഗ്ലാവിൽ വന്നപ്പോൾ തന്നെ സഹായിച്ച ആ സ്ത്രീ. ആശ്വാസത്തോടെ അവരെ അനുഗമിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് കുറച്ചു മുമ്പ് ആ മുഖമില്ലാത്ത മനുഷ്യന്റെ വാക്കുകൾ അവൾ ഓർത്തത്. ഇവിടെ നീ കണ്ടവരൊന്നും യഥാർത്ഥമല്ല, രക്തദാഹികളായ ആത്മാക്കളാണ് അവർ. ആ ഓർമ്മയിൽ അലീന ഒന്ന് ഞെട്ടി. പിന്നെ തൻ്റെ മുമ്പിൽ നടക്കുന്ന ആ രൂപത്തെ നോക്കി അവൾ പതുക്കെ വിളിച്ചു, മാർത്ത. ആ രൂപം നിന്നു. പതുക്കെ അതിൻ്റെ തല മാത്രം അവൾക്ക് നേരെ തിരിഞ്ഞു വന്നു. കഴുത്തിൽ ഒരു വലിയ കടാര ആഴ്ന്നിറങ്ങി. വായിൽ നിന്നും ചോര ഒഴുകുന്ന ഭീകരമായ ആ മുഖം കണ്ട് ഞെട്ടിവിറച്ചുകൊണ്ട് എലീന ഓടി. പുറകെ ഒട്ടും ധൃതിയില്ലാത്തതുപോലെ മാർത്ത നടന്നു. അവളുടെ പുറകെ ജോർദാൻ ബംഗ്ലാവിൽ കുടിയിരുത്തപ്പെട്ട് ആ ഭീകരരാത്രിയിൽ ജാറിൽ നിന്നും പുറത്തു വന്ന ദുർഗന്ധം വമിക്കുന്ന വികൃത രൂപികളും. പ്രാണവെപ്രാളത്തോടെ ഓടിയ എലീന പെട്ടെന്ന് മുന്നിൽ കണ്ട നിഴൽ കണ്ടൊന്ന് പകച്ചു. പുറകോട്ടും മുന്നോട്ടും ഓടാൻ കഴിയാതെ അവളുടെ മുന്നിലേക്ക് ആ നിഴൽ നടന്നെടുത്തു. മേഴ്സി, ഡാ, നീയായിരുന്നോ? നോക്ക്, അവിടെ നമ്മൾ അതിനകത്ത് പെട്ടുപോയടാ. വാ, നമുക്ക് പോകാം, രക്ഷപ്പെടാം നമുക്ക്. എലീന മേഴ്സിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചെങ്കിലും അവൾ നിന്നിടത്ത് നിന്നും അനങ്ങിയില്ല. പുറകിൽ മറച്ചു വച്ചിരുന്ന അവളുടെ കയ്യിൽ എന്തോ തരത്തിലുള്ള ഒരു ആയുധമുണ്ടായിരുന്നു. സാവധാനത്തിൽ അവൾ മുന്നിലേക്കെടുത്തു. എന്നോട് ക്ഷമിക്കുക എലീന. ഇതും പറഞ്ഞുകൊണ്ട് മേഴ്സി ആ ആയുധം എലീനയുടെ നേർക്ക് ആഞ്ഞു വീശി. എലീന പെട്ടെന്നൊരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി. നിലത്ത് കിടന്നിരുന്ന മറ്റേ കാൽ കൊണ്ട് മേഴ്സിയുടെ കാൽമുട്ടിന്റെ പുറകിൽ ഒരു കനത്ത പ്രഹരമേൽപ്പിച്ചു. അപ്രതീക്ഷിതമായ ആ പ്രഹരത്തിൽ മേഴ്സി താഴേക്ക് വീണു. എലീന തറയിൽ നിന്നും എഴുന്നേറ്റ് ഓടി. തൊട്ടുപുറകിലെ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. മുറി അകത്തു നിന്നും ബന്ധിച്ചു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. മുറിക്കകത്ത് കയറിയപ്പോൾ എലീന പൊട്ടിക്കരഞ്ഞുപോയി. മിത്രയുടെ തിരോധാനവും മേഴ്സി തന്നെ കൊല്ലാൻ ശ്രമിച്ചതും അങ്ങനെയെല്ലാം അവളെ അവശയാക്കി. ആർക്കു വേണ്ടിയാണോ ഈ അപകടങ്ങളെല്ലാം തരണം ചെയ്തു വന്നത്, അവൾ തന്നെ ഇപ്പോൾ അപായപ്പെടുത്താനും ശ്രമിച്ചിരിക്കുന്നു. ഒരു വിങ്ങലോടെ എലീന ഓർത്തു. പതിയെ തല ഉയർത്തി നോക്കിയപ്പോഴാണ് അവൾ ആ മുറി ശ്രദ്ധിച്ചത്. ജെയ്സന്റെ ശരീരം കിടത്തിയ അതേ മുറി. എങ്ങോട്ടോടിയാലും എത്തിയെടുത്ത് തന്നെയാണ് വീണ്ടും വീണ്ടും എത്തുന്നത് അവൾ ഓർത്തു. എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് അവൾ ആ മുറിയിൽ കൂടി പതുക്കെ നടന്നു. രക്തത്തിന്റെ കഠിനമായ ഗന്ധം ആ മുറിയിൽ നിന്നും വമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് എലീന ആ കാഴ്ച കണ്ടത്. ആ വലിയ മുറിയുടെ അങ്ങേ അറ്റത്ത് വെച്ചിരിക്കുന്ന വലിയ മേശയിൽ കിടക്കുന്ന ഒരു സ്ത്രീരൂപം. അത് പതിയെ ഞെരങ്ങുന്നുണ്ട്. അവൾ ഓടി അങ്ങോട്ടേക്ക് ചെന്നു. എലീനയുടെ സംശയം പോലെ തന്നെ അത് മിത്രയായിരുന്നു. അവളുടെ 2 കൈയിൻ്റെയും ഞരമ്പുകൾ മുറിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വീഴുന്ന രക്തം ഒരു സ്ഫടിക പാത്രത്തിലേക്കാണ് വീഴുന്നത്. മോളെ, കണ്ണു തുറക്ക്. ആരാ നിന്നെ ഇങ്ങനെ ചെയ്ത്? എഴുന്നേൽക്ക്. എലീന മിത്രയുടെ കവിളിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. അവൾ പതുക്കെ കണ്ണു തുറന്നു. എലീന, ഞാൻ ഇപ്പോൾ മരിക്കും. നീ എന്നെ നോക്കണ്ട. പോയി രക്ഷപ്പെട്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ മിത്ര പറഞ്ഞു. എലീന ഉടൻ തന്നെ മിത്രയുടെ ചുരിദാർ ശാല കീറിയെടുത്തു. അതുകൊണ്ട് അവളുടെ 2 കൈയിലെയും മുറിവ് ഇറുക്കി കെട്ടിവെച്ചു. ശേഷം ആ മുറിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള പഴുത് തേടാൻ തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. തലയുടെ പുറകിൽ ശക്തിയേറിയ ആഘാതമേറ്റ് എലീന താഴേക്ക് പതിച്ചു. ഒരു നിമിഷം കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ അവൾക്ക് തോന്നി. 2 കൈകൊണ്ടും തല പൊത്തിപ്പിടിച്ചപ്പോൾ കയ്യിൽ കൊഴുത്ത ചോരയുടെ നനവ് അവൾ അറിഞ്ഞു. എലീന പതുക്കെ തിരിഞ്ഞു നോക്കി. പുറകിൽ മേഴ്സി നിൽക്കുന്നു. പുറത്തേക്ക് തുറക്കുന്ന ചെറിയൊരു കിളിവാതിൽ ആ മുറിക്കുണ്ടായിരുന്നു. അതുവഴിയാവാം അവൾ അകത്തേക്ക് കടന്നത്. വേദനയിലും സങ്കടത്തിലും എലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ നിലത്തേക്കിരുന്നു. മേഴ്സി കയ്യിൽ കരുതിയിരുന്ന വെളുത്ത നിറത്തിലെ എന്തോ ഒരു തരം പൊടിയെടുത്ത് എലീനയുടെ തലയിലെ മുറിവിലേക്ക് പൊത്തി. പിന്നെ അവളുടെ കാതിൽ മന്ത്രിക്കുന്ന പോലെ പറഞ്ഞു, ഈ മുറിയിൽ തൽക്കാലത്തേക്കെങ്കിലും മറ്റൊരാളുടെ രക്തം വീഴരുത്. പതുക്കെ തൻ്റെ തലയിലെ മുറിവിൻ്റെ ഭാഗം മരവിക്കുന്നതും രക്തമൊഴുക്കു നിലയ്ക്കുന്നതായും അവൾ അറിഞ്ഞു. മേഴ്സി തന്നെ കൊല്ലില്ല എന്നൊരു തോന്നൽ എന്തുകൊണ്ടോ അവളിൽ ഉടലെടുത്തു. ആ ധൈര്യത്തിൽ അവൾ പതുക്കെ മേഴ്സിയോട് ചോദിച്ചു, നിനക്ക് വേണ്ടിയല്ല ഞങ്ങൾ ഇവിടെ വന്നത്, എന്നിട്ടും എന്തിനാ നീ ഇത് ചെയ്ത്? ഒരു സഹോദരിയെ പോലെയാണ് ഞാനും ഇത്രയും നിന്നെ കണ്ടത്. അവളെവിടെ ഇങ്ങനെ കിടത്തിയിട്ട് എന്ത് നേട്ടമാണ് നിനക്കുണ്ടായത്? പറ. എന്തായാലും നീ ഞങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ഇവിടെയുള്ള പ്രേതങ്ങൾക്ക് ഇട്ടുകൊടുക്കും. അതിനു മുമ്പ് അതറിയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. എന്തിനായിരുന്നു ഈ നാടകം? പറയാം, എല്ലാം പറയാം. അതിനു മുമ്പ് ആദ്യം നിങ്ങൾ എന്നെ പറ്റി അറിയണം. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ സ്നേഹിച്ച എൻ്റെ ജെയ്സനെ പറ്റി അറിയണം. ഒപ്പം ഞാൻ ജനിച്ച് 3 വയസ്സുവരെ വളർന്ന് ഈ ജോർദാൻ ബംഗ്ലാവ് എങ്ങനെ ഒരു ചെകുത്താൻ കോട്ടയായി എന്നും അറിയണം. അതിനാണ് ഞാനിപ്പോൾ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ മേഴ്സി വെൻസിയ ജോർദാൻ. മേഴ്സി ആരും അറിയാത്ത രഹസ്യങ്ങളുടെ കെട്ടടിക്കാൻ പോവുകയാണ്. അതിന് കാതോർത്ത് എലീനയും മരണത്തോട് മല്ലടിച്ച് മിത്രയും. ജെയ്സൺ ഡെന്നിസൺ
ജോർദാൻ എന്ന എൻ്റെ മുത്തശ്ശന് 2 മക്കൾ. മൂത്തത് എൻ്റെ മമ്മ ജസബേൽ, രണ്ടാമത്തെയാൾ ജേക്കബ് ജോർദാൻ. അവർ 2 പേരും ഇരട്ടകളായിരുന്നു. രൂപത്തിലും പ്രവൃത്തിയിലും ഒട്ടേറെ വ്യത്യാസമുള്ളവർ. എൻ്റെ മമ്മ ജസബേൽ അവരുടെ സഹോദരനെ ചെറുപ്പം മുതലേ ഭയപ്പെട്ടിരുന്നു. എൻ്റെ മുത്തച്ഛൻ്റെ സഹോദരൻ സേവ്യാർ ജോർദാനും ഞങ്ങളോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ക്രൂരതയുടെ പര്യായമായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. മനുഷ്യനെന്ന് പറഞ്ഞുകൂടാ, ശരിക്കും ഒരു ചെകുത്താൻ. അയാളുടെ രൂപവും ഭാവവുമായിരുന്നു എൻ്റെ അമ്മയുടെ സഹോദരനായ ജേക്കബ് ജോർദാൻ ഉണ്ടായിരുന്നത്. സേവ്യാർ മുത്തച്ഛൻ ഒരു സാത്താൻ ആരാധകനായിരുന്നു എന്നാണ് എല്ലാവരും ആദ്യം വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിലും നീചവും ഭീകരവുമായ പ്രവൃത്തികളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. തൻ്റെ 20-ാം വയസ്സിൽ 36 വയസ്സുള്ള ഒരു സ്ത്രീയെ അയാൾ വിവാഹം ചെയ്തു. അവർ ഗർഭിണിയായ ദിവസം തൊട്ട് സേവ്യാർ മുത്തച്ഛൻ ഒരുപാട് പൂജകളും മറ്റും ചെയ്തു പോന്നിരുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരുടെ കഴുത്തറുത്ത രക്തം ക്രൂശിത രൂപത്തിലും തിരുഹൃദയ സ്വരൂപത്തിലും ഒഴിച്ച് അവ അശുദ്ധപ്പെടുത്തും. ശേഷം ക്രൂശിത രൂപങ്ങൾ തലകീഴായി ഭിത്തിയിൽ തൂക്കും. കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ വലിയ ഭരണിയിലടക്കി ആ മുറിയിൽ തന്നെ വാ മൂടിക്കെട്ടിയ അവസ്ഥയിൽ സൂക്ഷിക്കും. രക്തത്തിൽ 1 സ്പൂൺ വീതം മരുന്നെന്ന പേരിൽ ഭാര്യയ്ക്ക് നൽകി പോന്നിരുന്നു. കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നെന്നോ അവർക്ക് വേണ്ടി എന്തുകൊണ്ട് ഒരു കേസന്വേഷണം പോലും ഉണ്ടായില്ല എന്നോ ആർക്കും അറിയില്ലായിരുന്നു. സേവ്യാർ മുത്തച്ഛൻ്റെ ഭാര്യയുടെ ഗർഭകാലത്തിൻ്റെ 9-ാം മാസം വരെയും അയാളുടെ ഈ പ്രവൃത്തികൾ തുടർന്നു. അയാളെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ കുടുംബത്തിൽ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. 9-ാം മാസമായപ്പോൾ മുത്തശ്ശൻ്റെ ഭാര്യ പ്രസവിച്ചു. പെറ്റുവീണ കുഞ്ഞിനെ കണ്ട വയറ്റാട്ടി ഒരു നിലവിളിയോടെ പേടിച്ച് ബോധം കെട്ടു വീണു. അവരുടെ നിലവിളി കേട്ട് അന്ന് കൗമാരപ്രായക്കാരനായ ജെയ്സൺ മുത്തച്ഛൻ ഓടി വന്നു. കുഞ്ഞിനെ കണ്ട് അദ്ദേഹം പകച്ചുപോയെങ്കിലും ഉടനെ തന്നെ അതിനെ ഒരു വലിയ കുട്ട കൊണ്ട് മൂടിവെച്ചു. ചാരനിറവും താടി വരെ നീളമുള്ള ചുവന്ന നാക്കും തുറിച്ച വട്ടക്കണ്ണുകളും അതിനുള്ളിലെ വെളുത്ത കൃഷ്ണമണിയും വായിൽ നിന്നും ഇറങ്ങി നിൽക്കുന്ന തേറ്റപ്പല്ലുകൾ, അങ്ങനെ ആകെക്കൂടി ഭയപ്പെടുത്തുന്നൊരു രൂപം. ഭാര്യ പ്രസവിച്ചു കിടക്കുന്ന സമയത്ത് സേവ്യാർ മുത്തച്ഛൻ അടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വികൃതരൂപിയെ എന്തു ചെയ്യണമെന്ന് മുത്തച്ഛൻ്റെ മാതാപിതാക്കൾക്ക് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. സേവ്യാർ മുത്തച്ഛൻ്റെ ഭാര്യ ഉണരുന്നതിന് മുമ്പ് ആ ചെകുത്താൻ കുട്ടിയെ കൊന്നുകളയാൻ ഒടുക്കം ബന്ധുക്കളിൽ ചിലർ തീരുമാനിച്ചു. വലിയ വടികൾ കൊണ്ട് മൂടിവെച്ച കുട്ടയിൽ അവർ ആഞ്ഞടിച്ചു. അകത്തു നിന്നും വല്ലാത്തൊരു ശബ്ദത്തിൽ അത് അമറി. ആ ശബ്ദം കേട്ട് മുത്തച്ഛൻ്റെ ഭാര്യ ഉണർന്നു. കുഞ്ഞിനെ കാണണമെന്ന് ബഹളം വെച്ച അവർക്ക് മുന്നിൽ ഒടുക്കം മൂടിവെച്ച ആ കുട്ട തുറക്കപ്പെട്ടു. ചോരയിൽ മുങ്ങിയ ആ രൂപത്തെ കണ്ട് അവർ ഞെട്ടിവിറച്ചുപോയി. എന്നാൽ ആ ഞെട്ടൽ അധിക നേരം ഉണ്ടായിരുന്നില്ല. നൊന്തുപെറ്റൊരു സ്ത്രീക്കും ഒരുപക്ഷെ തൻ്റെ കുഞ്ഞിനെ, അത് ഇനി എത്ര ഭീകരരൂപിയായാലും, അകറ്റി നിർത്താൻ കഴിയില്ലായിരിക്കും. ഒരു പൊട്ടിക്കരച്ചിലോടെ അവർ അതിനെ മാറോടടക്കി. കണ്ടുനിന്ന ബന്ധുക്കൾ അല്പസമയത്തിനകം ഓരോരുത്തരായി മടങ്ങിപ്പോവുകയും ചെയ്തു. രാത്രിയിലെ അന്ത്യയാമങ്ങളിൽ എപ്പോഴാണ് സേവ്യാർ മുത്തച്ഛൻ മടങ്ങിയെത്തിയത്. വന്നപ്പോൾ കയ്യിൽ ഒരു പിഞ്ചുകുഞ്ഞ് മയങ്ങിക്കിടപ്പുണ്ടായിരുന്നു. മുത്തച്ഛൻ മുറിയിൽ കയറി. തനിക്ക് ജനിച്ച ആ ഭീകരരൂപി അമ്മയുടെ മാറിൽ ഒട്ടിക്കിടക്കുകയായിരുന്നു. അതിനെ കണ്ടിട്ടും അയാളുടെ മുഖത്ത് ഭീതി ഉണ്ടായില്ല, വാത്സല്യവും ഉണ്ടായില്ല. ഭയഭക്തിയോടെ മുത്തച്ഛൻ അതിനു മുന്നിൽ ആ പിഞ്ചു കുഞ്ഞിനെ വച്ചു. ആ ജീവി അമ്മയുടെ മാറിൽ നിന്നും പതുക്കെ മുഖം തിരിച്ചു നോക്കി. അതിൻ്റെ വായിൽ നിന്നും കൊഴുത്ത ചോര ഒഴുകുന്നുണ്ടായിരുന്നു. തനിക്ക് ജന്മം തന്ന ആ സ്ത്രീയുടെ കഴുത്തിലെ ഞരമ്പ് കടിച്ചു മുറിച്ച് ആ ചോര കുടിച്ച് ആനന്ദിക്കുകയാണ് മനുഷ്യനിലുണ്ടായ ആ ചെകുത്താൻ ജന്മം. രക്തം മരവിപ്പിക്കുന്ന ആ കാഴ്ച കണ്ടിട്ടും സേവ്യാർ മുത്തച്ഛന് ഒരു കുലുക്കവും ഉണ്ടായില്ല. തൻ്റെ കാൽ കീഴിൽ സമർപ്പിച്ച ആ പിഞ്ചു കുഞ്ഞിനെ കയ്യിലെടുത്ത് ഒരു പൂ പറിക്കും പോലെ ആ കുഞ്ഞിനെ 2ആയി മുറിച്ച് കാലുകൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഉടൽഭാഗം തോളിലേറ്റിക്കൊണ്ട് വെറും 2 അടി മാത്രം ഉയരമുള്ള ആ ഭീകരരൂപി പുറത്തേക്ക് നടന്നു മറഞ്ഞു. ഇതൊക്കെ കണ്ടുകൊണ്ട് ശ്വാസം അടക്കി പിടിച്ച് ജെയ്സൺ മുത്തച്ഛൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് വർഷങ്ങൾക്ക് ശേഷം ജോർദാൻ കുടുംബത്തിലെ പുതുതലമുറ വിശ്വസിക്കാനാകാത്ത ഈ കഥകൾ അറിഞ്ഞത്. ഓ മൈ ഗോഡ്, സച്ച് എ ഹൊറിബിൾ സ്റ്റോറി. എന്നിട്ട് പിന്നെന്തുണ്ടായി? തൻ്റെ ചുറ്റുമുള്ള സംഭവങ്ങളൊക്കെ ഒരു നിമിഷം മറന്ന് സഹജമായ ആകാംക്ഷയോടെ എലീന ചോദിച്ചു. തൻ്റെ രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞിന് ചെകുത്താൻ്റെ ശക്തി നൽകുക, അതുവഴി ഈ ലോകം തന്നെ പിടിച്ചടക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനുവേണ്ടി പല നാടുകളിൽ നിന്നും അയാൾ പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തുകൊണ്ടുവന്ന് പ്രത്യേക പൂജകൾ ചെയ്ത് അവരുടെ തലയറുത്ത് ആ രക്തം ഗർഭിണിയായ ഭാര്യയ്ക്ക് നൽകി. ഭരണിയിൽ മറവ് ചെയ്യപ്പെട്ട ആ ശരീരങ്ങളിൽ നിലനിന്നിരുന്ന അവസാന ഓറ, അല്ലെങ്കിൽ ആ സോൾ, അതെങ്ങും പോകാനാവാതെ ആ മുറിക്കുള്ളിൽ തന്നെ തടയപ്പെട്ടു. ഗർഭത്തിൻ്റെ ഉള്ളിൽ വളർന്നു വരുന്ന കുഞ്ഞിന് തൻ്റെ ചുറ്റുമുള്ള എനർജി എഫക്റ്റ് ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ? നെഗറ്റീവ് എനർജിയുടെ പാരമ്യത്തിലായിരുന്നു ആ ഗർഭസ്ഥ ശിശു വികാസം പ്രാപിച്ചത്. 10ഓളം പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തം ഗർഭാവസ്ഥയിൽ തന്നെ പാനം ചെയ്ത് പലവിധ അസുര ക്രിയകളാലും മറ്റും ഒരു ചെകുത്താൻ രൂപം കൊള്ളുകയായിരുന്നു. എന്നാൽ സേവ്യാർ മുത്തച്ഛൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ആ ചെകുത്താൻ എങ്ങോട്ടേക്ക് പോയി മറഞ്ഞു. പിന്നീട് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു സേവ്യാർ മുത്തച്ഛൻ്റേത്. അയാൾ പിന്നെ കുറേ കാലത്തേക്ക് ജോർദാൻ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ അയാൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ ഫലം വീണ്ടും ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചു തുടങ്ങി.
ഇത്തവണ കൂടുതൽ ഭീകരമായിരുന്നു അത്. മേഴ്സി പറയുന്നത് കേട്ട് എലീന ചെവി കൂർപ്പിച്ചു. പെട്ടെന്നാണ് അതുണ്ടായത്. മേശമേൽ കിടന്നിരുന്ന മിത്രയുടെ ശരീരം വെട്ടിവിറച്ചു. ഒരു ശബ്ദത്തോടെ അവൾ താഴേക്ക് പതിച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മേഴ്സി നോക്കി. പിന്നെ താഴെ വീണു കിടക്കുന്ന മിത്രയുടെ അടുത്തേക്ക് ചെന്നു. അനായാസമായി അവളെ കയ്യിൽ കൂരിയെടുത്ത ശേഷം യഥാസ്ഥാനത്ത് കിടത്തി. എലീനയെ നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് എനിക്ക് യാതൊരുവിധ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്താണ് പല സത്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം എൻ്റെ ഈ ജീവിതം തന്നെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒന്ന് നിർത്തിയതിനു ശേഷം മേഴ്സി പതുക്കി അവിടെ വിറകടുപ്പിൽ തിളച്ചുമറയുന്ന രക്തനിറമുള്ള ദ്രാവകം വെറും കൈയാൽ കോരിയെടുത്തു. പിന്നെ ബോധമില്ലാതെ കിടക്കുന്ന മിത്രയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ മൂക്കിലേക്കും ചെവിയുടെ ദ്വാരത്തിലേക്കും പൊക്കിൽ കുഴിയിലേക്കും ഓരോ തുള്ളി വീതം ഇറ്റിച്ചു. പെട്ടെന്ന് മിത്രയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൾ അതിശക്തിയായി ശ്വാസമെടുക്കാൻ തുടങ്ങി. മേഴ്സി അവളുടെ പെരുവിരൽ മിത്രയുടെ നെറ്റിയിലെ മർമ്മത്തിൽ അമർത്തി പിടിച്ചു. പതുക്കെ അവളുടെ ശ്വാസഗതി പൂർവ്വസ്ഥിതിയായി. മേഴ്സി കൈ പിൻവലിച്ചപ്പോൾ മിത്രയുടെ നെറ്റിയിൽ ഒരു കോയിൻ വലുപ്പത്തിൽ തൊലി കരിഞ്ഞ പാടുണ്ടായിരുന്നു. അമ്പരപ്പോടെ നോക്കി നിന്ന എലീനയെ നോക്കി മേഴ്സി പറഞ്ഞു, എൻ്റെ ബലി പൂർത്തിയാക്കി എൻ്റെ ജീവിത ലക്ഷ്യം നിറവേറ്റാൻ ഞാൻ കണ്ടെത്തിയ കന്യകയാണ് മിത്ര. എലീനയുടെ കണ്ണുകൾ തുറച്ചു. അമ്പരപ്പോടെയും അതിലേറെ പേടിയോടെയും അവൾ ചോദിച്ചു, ബലിയോ? നീ എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ മിത്ര അവൾ എന്താ തെറ്റ് ചെയ്തേ? തെറ്റോ? എൻ്റെ മുന്നിൽ തെറ്റും ശരികളൊന്നുമില്ല എലീന. ജനിച്ചു വീണപ്പോൾ മുതൽ കർത്താവിനെ അനുസരിച്ച് ജീവിക്കാനും അമ്മയും മുത്തശ്ശനും ഞങ്ങളെ പഠിപ്പിച്ചത്. പക്ഷെ അവരെ രക്ഷിക്കാൻ ഒരു കർത്താവും തമ്പുരാനും വന്നില്ല. ജീവൻ പാതി മാത്രം വേർപെട്ട് വെന്തു ചീഞ്ഞൊരു ശരീരം മാത്രമായി ഗതി കിട്ടാതെ ഈ ബംഗ്ലാവിൻ്റെ മൂലയിൽ അടക്കപ്പെട്ട എൻ്റെ കുടുംബത്തിന്, ഞങ്ങളുടെ പൂർവികർക്ക് മോക്ഷം കൊടുക്കണം എനിക്ക്. അതിന് ഇരുട്ടിൻ്റെ തമ്പുരാനായ ലൂസിഫറിന് ഞാൻ കൊടുക്കുന്ന ബലിയാണ് മിത്ര എന്ന കന്യക. മനസ്സുകൊണ്ട് പോലും പുരുഷനെ തീണ്ടാത്തവൾ. ഒരു കിതപ്പോടെ മേഴ്സി പറഞ്ഞു നിർത്തി. ലൂസിഫർ, ആ പേര് മാത്രം എലീനയുടെ കാതിൽ മുഴങ്ങി. ഇംഗ്ലീഷ് സിനിമയിലും പുസ്തകത്തിലും ചില കഥകളിലും മാത്രമാണ് അവൾ ആ പേര് കേട്ടത്. അപ്പോഴൊക്കെ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ചിലത് കൺമുന്നിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും എലീന പ്രതീക്ഷിച്ചില്ല. സത്യമേത് മിഥ്യേതെന്ന് തിരിച്ചറിയാനാവാതെ എലീന സ്തംഭിച്ചു നിന്നു. മേഴ്സി അവളെ ഗൗനിക്കാതെ തൻ്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം കൊണ്ട് അവൾ കറുത്ത നിറത്തിലുള്ള ഒരു ഗൗൺ എടുത്തണിഞ്ഞു. അതിൽ ചുവന്ന നിറത്തിൽ മറ്റേതോ ലിപിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. മിത്രയുടെ ചലനമറ്റ ശരീരത്തെ അവൾ പൂർണ്ണ നഗ്നമാക്കിയ ശേഷം സ്ഫടികപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന മിത്രയുടെ തന്നെ രക്തം കൊണ്ട് അവൾ കയ്യിലെ കുരിശെടുത്ത് അതിൽ അഭിഷേകം ചെയ്ത് അത് അശുദ്ധമാക്കി. പിന്നെ അണിഞ്ഞിരിക്കുന്ന കറുത്ത കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പുസ്തകമെടുത്ത് അത് നെടുകെ തുറന്ന് എന്തോ പരതാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നതും മിത്രയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ ശരീരത്തെ വലം വെച്ചുകൊണ്ട് എന്തൊക്കെയോ മന്ത്രിക്കുന്നതും എലീന കണ്ടു. മിത്ര എന്ന കന്യകയെ കാഴ്ചവെച്ചൊരിക്കൽ ആ കുടുംബത്തിൽ പിറന്ന സാത്താൻ സന്തതിയെ പ്രീതിപ്പെടുത്തുക, അതിൻ്റെ സഹായത്തോടെ ആ ജോർദാൻ ബംഗ്ലാവിൽ അധിവസിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും മോചിപ്പിക്കുക. അങ്ങനെ കാലങ്ങളായി അടഞ്ഞു കിടക്കുന്ന ആ ഇരുണ്ട അധ്യായം വീണ്ടും തുറക്കുക, അതാണ് മേഴ്സിയുടെ ലക്ഷ്യമെന്ന് എലീനയ്ക്ക് തോന്നി. അവൾക്ക് മേഴ്സിയുടെ പ്രവൃത്തി തടയണമെന്നും മിത്രയെയും കൂട്ടി ആ ബംഗ്ലാവിൽ നിന്നും രക്ഷപ്പെടണമെന്നും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ താൻ ഒരാൾ വിചാരിച്ചാൽ ആ കോട്ടയിൽ നിന്നൊരു തിരിച്ചുപോക്കുണ്ടാകില്ല എന്ന് എലീനയ്ക്ക് തോന്നി. അതിന് ആദ്യം കൂട്ടുകാരി എന്ന സ്ഥാനം കൊടുത്ത് സ്നേഹിച്ച മേഴ്സിയെ മറക്കണം. എന്നിട്ട് തങ്ങളെ ദ്രോഹിച്ച അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ലോകത്തിന് തന്നെ ഭീഷണിയാകും വിധമുള്ള ഒരു ഇരുണ്ട ശക്തിയായി മേഴ്സി നിലനിൽക്കും. തൻ്റെ കുടുംബത്തോടുള്ള അതിയായ സ്നേഹം അവളെ ദൈവത്തെ മറക്കുന്നവളാക്കി. അവളിനി ജീവിക്കണ്ട, എലീന മനസ്സിലോർത്തു. മറ്റൊന്നും ആലോചിക്കാതെ അവൾ മിത്രയുടെ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട കുരിശ് കയ്യിലെടുത്തു. കണ്ണടച്ച കൈകൾ മുകളിലേക്ക് ഉയർത്തി ആക്രോശിക്കും പോലെ എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിടുകയാണ് മേഴ്സി. വർദ്ധിത വീര്യത്തോടെ എലീന കുരിശിന്റെ കൂർത്ത ഭാഗം മേഴ്സിയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. അവളുടെ അലറിക്കരച്ചിൽ ആ ബംഗ്ലാവിനെ പ്രകമ്പനം കൊള്ളിച്ചു. അതേ നിമിഷം തന്നെ മിത്ര കിടന്ന കിടപ്പിൽ നിന്നും ഉയർന്നു പൊങ്ങി. തല ഒരു ഭാഗത്തേക്ക് ചിരിച്ച് ക്രൂരമായൊരു ഭാവത്തോടെ എലീനയെ തന്നെ നോക്കിക്കൊണ്ട് അവളിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞാണ് താൻ ചെയ്തു പോയതിനെക്കുറിച്ച് എലീന ഓർത്തത്. മേഴ്സിയുടെ നെഞ്ചിൽ തറഞ്ഞിരിക്കുന്ന കുരിശ് അവൾ വലിച്ചു മാറ്റി. ആ മുറിവിൽ നിന്നും ചോര കിരിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു. താങ്ങിപ്പിടിക്കാൻ ശ്രമിച്ച എലീനയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് മേഴ്സി ഭിത്തിയിലെ ക്ലോക്കിലേക്ക് മിഴി വായിച്ചു. ചുണ്ടിൽ വിടർന്ന ചിരിയോടെ എലീനയെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തിൽ മേഴ്സി പറഞ്ഞു, നീ തടയാൻ നോക്കിയാലും നടക്കേണ്ടത് ഇന്നിവിടെ നടന്നിരിക്കും. പതുക്കെ മേഴ്സിയുടെ ബോധം മറഞ്ഞു. ആ മുറിയിലെ നേർത്ത വെളിച്ചത്തിൽ തൻ്റെ പുറകിൽ നിൽക്കുന്ന രൂപത്തിൻ്റെ നിഴൽ കണ്ട് തിരിഞ്ഞു നോക്കാനാവാതെ എലീന വിറങ്ങലിച്ചുപോയി. പിറകിലെ നിഴൽ തൻ്റെ നേരെ നടന്നു വരുന്നത് കണ്ട എലീന ഭീതിയോടെ തല തിരിച്ചു നോക്കി. പുറകിലതാ ആ മുഖമില്ലാത്ത മനുഷ്യൻ. എലീന പതുക്കെ എഴുന്നേറ്റ് അയാൾക്ക് അഭിമുഖമായി നിന്നു. മുറിയിലെ ഇരുണ്ട വെളിച്ചം ഒരു അനുഗ്രഹമായി അവൾക്ക് തോന്നി. അയാളുടെ മുഖം വ്യക്തമാകില്ലല്ലോ. അയാളുടെ വെളുത്ത നിറമുള്ള കൃഷ്ണമണികളൊന്ന് ചലിച്ചു. താഴെ രക്തം വാർന്നു കിടക്കുന്ന മേഴ്സി അയാൾ കണ്ടെന്ന് എലീനയ്ക്ക് തോന്നി. അവൾ പതുക്കെ മിത്രയുടെ നേരെ തല തിരിച്ചു നോക്കി.
കുറച്ചു മുമ്പ് വരെ ക്രൂരമായ ഭാവത്തോടെ തന്നെ നോക്കിയവൾ ഇപ്പോൾ ശാന്തമായി കിടക്കുന്നത് അവൾ കണ്ടു. അതേ നിമിഷം തന്നെയാണ് അയാളുടെ ശബ്ദം അവിടെ മുഴങ്ങിയത്. വെൽഡൻ എലീന, ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കിയാണ് നീ. സാത്താനീസം പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യയാണ് നീ വീഴ്ത്തിയത്. സ്ത്രീകളിൽ ഏറ്റവും ശക്തിയായ ഒരുവളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ധൈര്യമുള്ള പെണ്ണ്. പക്ഷേ നീ കുറച്ച് വൈകിപ്പോയി. നിനക്ക് ഞാൻ 1 മണിക്കൂർ സമയം തന്നിരുന്നു ഇവിടുന്ന് രക്ഷപ്പെടാൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പ്രത്യാഘാതവും ഞാൻ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇതാ ഇപ്പോൾ ആ സമയം കഴിഞ്ഞിരിക്കുന്നു. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചതും ചുവരിലെ ഘടികാരം 3 തവണ ശബ്ദിച്ചു. രാത്രി അതിൻ്റെ അവസാന യാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്ന എലീന ഈ നശിച്ച രാത്രി അവസാനിച്ചിരുന്നെങ്കിൽ എന്നവൾ മനസ്സൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അയാൾ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. ഞാൻ ജേക്കബ് ജെയിംസ് ജോർദാൻ. ഷേക്ക് ഹാൻഡിനായി നീട്ടി അയാളുടെ കയ്യിൽ എലീന സ്പർശിച്ചു. തണുത്തുറഞ്ഞ ആ കയ്യിൽ തൊട്ടപ്പോൾ തൻ്റെ ശരീരം കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഹേയ്, റിലാക്സ് ഗേൾ, ഡോണ്ട് ഗെറ്റ് നെർവസ്. ഒന്നുമില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടി എൻ്റെ വിജയം എളുപ്പമാക്കി തന്നവളല്ലേ നീ. ജേക്കബ് ജോർദാൻ എലീനയുടെ മുതുകത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളാണോ അപ്പോൾ മെഴ്സിയുടെ? സംശയത്തോടെ എലീന ചോദിച്ചു. ഓ യെസ്, അപ്പോൾ മെഴ്സി പറഞ്ഞുവല്ലേ എല്ലാം. അതെ, എൻ്റെ സഹോദരി ജസബേലിൻ്റെ മകളാണ് മെഴ്സി. എൻ്റെ മകനാണ് ജെയ്സൺ. ഞാനാണ് ഈ ജോർദാൻ ബംഗ്ലാവിൻ്റെ ജീവിക്കുന്ന ഒരേയൊരു അവകാശി. ജേക്കബ് ജോർദാൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. എലീനയ്ക്ക് അപ്പോഴും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അവളുടെ വേവലാതി നിറഞ്ഞ മുഖത്ത് നോക്കി ജേക്കബ് തുടർന്നു. ഒന്നും മനസ്സിലായില്ലേ? ഓക്കെ, ഇനിയും ഞാൻ സസ്പെൻസ് വയ്ക്കുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉദ്യമം സക്സസ് ആക്കാൻ സഹായിച്ചവളാണ് നീ. പക്ഷേ വിജയത്തിലേക്ക് തന്നെ ഇനി എനിക്കൊരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. അതിനുകൂടി എനിക്ക് നിന്റെ സഹായം വേണം. സോ അതിനു മുമ്പ് നിനക്ക് ഈ കഥയിലെ വ്യക്തമാകാത്ത കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്കധികം സമയമില്ല. ഈ രാത്രി പുലരും മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പറഞ്ഞു തീർന്നതും നിന്നിടത്ത് നിന്നും ഒരു കറക്കം കറങ്ങിയ അയാൾ മെഴ്സിയുടെ അടുത്തേക്ക് എത്തി. അവളുടെ കഴുത്തിൽ മൂർച്ചയുള്ള എന്തോ ഒരു ആയുധം കൊണ്ട് ആഴത്തിൽ മുറിവുണ്ടാക്കി. അതിൽ നിന്നും ചോര ചീറ്റിത്തെറിച്ചു. ഒന്ന് ഞെരുങ്ങിക്കൊണ്ട് മെഴ്സിയുടെ ശരീരം നിശ്ചലമായി. ഒരു നിമിഷം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിരുന്നു. ഒന്ന് അലറി വിളിക്കാൻ പോലുമാകാതെ എലീന സ്തംഭിച്ചു നിന്നുപോയി. മെഴ്സിയുടെ അനക്കമറ്റ ശരീരം നോക്കി ചിരിച്ചുകൊണ്ട് ജേക്കബ് ജോർദാൻ എലീനയുടെ അടുത്തേക്ക് വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ പറഞ്ഞു തുടങ്ങി. ഞാൻ ജനിച്ചത് തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് വളരെ ചെറുപ്പം മുതലേ അറിയാമായിരുന്നു. എന്നാൽ അതെന്താണെന്ന് കണ്ടെത്തിത്തരാൻ ആരും എന്നെ സഹായിച്ചിരുന്നില്ല. എൻ്റെ സഹോദരി ജസബേൽ കടുത്ത ദൈവവിശ്വാസിയായിരുന്നു. അവൾ അടുത്തു വരുമ്പോഴുള്ള പ്രത്യേക തേജസ് എന്നെ ഒന്നും അസ്വസ്ഥനാക്കിയിരുന്നു. തരം കിട്ടുമ്പോഴൊക്കെ അവളെ ഉപദ്രവിക്കുന്നതായിരുന്നു ആ അസ്വസ്ഥതയിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ കണ്ടെത്തിയ മാർഗം. ഞങ്ങൾക്ക് 13 വയസ്സുള്ളപ്പോഴാണ് ജോർദാൻ ബംഗ്ലാവിലേക്ക് എൻ്റെ അപ്പച്ചൻ്റെ സഹോദരൻ സേവിയർ അങ്കിൾ വരുന്നത്. അപ്പച്ചൻ പറഞ്ഞു തന്ന കഥകളിൽ അദ്ദേഹത്തിന് ഒരു ക്രൂരൻ്റെ പ്രതിച്ഛായയായിരുന്നെങ്കിലും രഹസ്യമായി ഞാൻ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. വളരുമ്പോൾ സേവിയർ അങ്കിളിനെ പോലെ ആവണമെന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചു. എൻ്റെ ആ ആഗ്രഹം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരുന്നു ബംഗ്ലാവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ്. ഒരു സാത്താൻ സേവകന്റെ ജീവിതത്തിന് അധികം ആയുസ്സുണ്ടാവാറില്ല. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സമ്മാനിച്ചൊടുവിൽ നല്ല മരണം തരുന്ന നിങ്ങളുടെ ആ ദൈവത്തെ പോലെയല്ല ഞങ്ങളുടെ തമ്പുരാൻ ലൂസിഫർ. ഇരുട്ടിൻ്റെ ആ മഹാശക്തിയെ ആരാധിക്കുന്നവന് ലോകം കാൽ കീഴിലാക്കാം. പക്ഷെ അവൻ്റെ മരണം നരകതുല്യമായിരിക്കും. കാരണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ അസുരശക്തി ലഭിക്കാൻ ജന്മം മുഴുവനും നരകിക്കാൻ തയ്യാറാണ് ഞങ്ങൾ. ജേക്കബ് ജോർദാൻ ഒരു കിതപ്പോടെ നിർത്തി. 1-2 നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു. സേവിയർ അങ്കിളിന്റെ വരവ് എന്നിൽ പുതു ഉണർവ് നൽകി. മരണത്തോടടുത്തിരുന്ന അദ്ദേഹം എന്നോട് എൻ്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പരീക്ഷിച്ച് തോറ്റുപോയ ഡീമൻ ക്രിയേഷൻ ഞാൻ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആശിച്ചു. സ്വന്തം രക്തത്തിൽ പിറക്കുന്ന കുഞ്ഞിന് പിശാചിന്റെ ശക്തി നൽകുക. മനുഷ്യനിൽ ജനിച്ച പിശാച്, അതിസങ്കീർണമായ ഡീമൻ ക്രിയേഷൻ, അതിലെവിടെയോ അദ്ദേഹത്തിന് പിഴച്ചുപോയി. ആ പിഴവ് കണ്ടെത്താനുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം. വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ തനിക്ക് കഴിയാതെ പോയ കർമ്മം എന്നെ ഏൽപ്പിച്ച് സേവിയർ അങ്കിൾ താൽക്കാലികമായി ശരീരമൊഴിഞ്ഞു. പിന്നീടാണ് ഞാൻ മാർത്തയെ വിവാഹം ചെയ്യുന്നത്. അവളിലൂടെ ഡീമൻ ക്രിയേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ നശിച്ച പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്ന അവളിലൂടെ എനിക്കെൻ്റെ തമ്പുരാനെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞില്ല. എൻ്റെ കർമ്മങ്ങളെ, എൻ്റെ ജീവിത ലക്ഷ്യത്തെയെല്ലാം ഇല്ലാതാക്കിയ അവളെയും അതിന് കൂട്ടുനിന്ന് എൻ്റെ അപ്പച്ചനെയും പിന്നെ സഹോദരി ജസബേലിനെയും ഞാൻ ഭൂമിയിൽ നിന്നും തന്നെ ഇല്ലാതാക്കി. അവരിപ്പോൾ ഇവിടെ തന്നെയുണ്ട്. ആത്മാവ് പാതി മാത്രം വേർപെട്ടു. ചീഞ്ഞൊരു ശരീരമായി എൻ്റെ അടിമകളായി ഈ ബംഗ്ലാവിൻ്റെ ഇരുട്ടിൽ അവരിപ്പോഴുമുണ്ട്. ഉച്ചത്തോടെ മുഖമൊന്നു കൂട്ടി അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. മാർത്ത ജന്മം നൽകിയ പുത്രൻ, ദ ബാസ്റ്റഡ് ജെയ്സൺ, അവനായിരുന്നു പിന്നീട് എൻ്റെ ശത്രു. എൻ്റെ പക മനസ്സിലാക്കിയ അപ്പച്ചൻ അവനെയും ജസബേലിൻ്റെ മകൾ മെഴ്സിയെയും ഏതോ പള്ളിവക അനാഥാലയത്തിലാക്കി. ഞാൻ അവനെ ഇത്രയും കാലവും തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ഒന്നായി രക്തം ചീന്താതെ എടുത്തു മാറ്റി അതിൽ ബ്ലാക്ക് ഈവിളിൻ്റെ കറുത്ത രക്തം കൊണ്ട് 66 ദിവസങ്ങളിൽ അഭിഷേകം ചെയ്ത് നടത്തുന്ന കർമ്മത്തോടെ എൻ്റെ സ്വപ്നം സഫലമാകും. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അസുരശക്തിയോടെ
അവൻ എൻ്റെ അടിമയാകും. എന്നാൽ അവനെ ഞാൻ കണ്ടെത്തി. എൻ്റെ കർമ്മത്തിൻ്റെ 2-ാം ദിവസം മേഴ്സി എന്നെ തേടിയെത്തി. ജെയ്സൺ എന്നെ കാണാൻ വരുന്ന കാര്യം അവളോട് പറഞ്ഞിരുന്നു. അവർ തമ്മിൽ സ്നേഹത്തിലാണെന്നും അവനെ കാണാൻ അനുവദിക്കണമെന്നുമായിരുന്നു അവളുടെ ആവശ്യം. കൂടാതെ ഒന്നുകൂടി അവൾ പറഞ്ഞു, അവൾ അവൻ്റെ കുഞ്ഞിന് ഗർഭം ധരിച്ചിരിക്കുകയാണെന്ന്. ഇതേ സമയം എലീന ഞെട്ടി. മേഴ്സി എന്തിനു വേണ്ടിയായിരുന്നു തങ്ങളെ അപകടത്തിൽപ്പെടുത്തിയതെന്ന് അവൾക്ക് ഏറെക്കുറെ ബോധ്യമായി. തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ വീണ്ടെടുക്കാൻ അവൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നിരിക്കാം. എലീനയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. എന്നാൽ വളരെ അപകടകാരിയായ ഒരു ചെകുത്താനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന ഓർമ്മ വളരെ പെട്ടെന്ന് തന്നെ അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. എലീന ആലോചിക്കുന്നത് എനിക്ക് ഊഹിക്കാം. അതെ, ഞാൻ തന്നെയാണ് അവളെയും നിങ്ങളെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. കാരണം അനന്തരാവകാശികൾ ആരുമില്ലാത്ത ഒരു മനുഷ്യന് മാത്രമേ സാത്താൻ്റെ ശക്തി പകർന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി ജെയ്സണ് ഞാൻ ഉദ്ദേശിച്ച പോലെ ആക്കിയെടുക്കണമെങ്കിൽ എൻ്റെ കർമ്മങ്ങൾക്ക് 3 കാര്യങ്ങൾ ആവശ്യമായിരുന്നു. 1, ജെയ്സന്റെ രക്തത്തിൽ പിറവി കൊണ്ട ആ ഭ്രൂണം. 2, എൻ്റെ കർമ്മത്തിന് മുമ്പ് എനിക്ക് ബലി കൊടുക്കാനുള്ള കന്യക. 3, മേഴ്സിയുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നും ആ ഭ്രൂണം എടുക്കാനായി മറ്റൊരു സ്ത്രീ. ഇതൊക്കെ ലഭിക്കാനായി ഞാൻ മേഴ്സിയെ തന്നെ കരുവാക്കി. ജോർദാൻ ബംഗ്ലാവിൻ്റെ കഥയും അവളുടെ അമ്മയും മുത്തശ്ശനും അടക്കമുള്ള പൂർവികർ ഇവിടെ കിടന്ന് നരകിക്കുന്നതും ഞാൻ അവളോട് പറഞ്ഞു. അവരെ മോചിപ്പിക്കാനും ജെയ്സനെ രക്ഷിക്കാനും നിങ്ങളുടെ കൂടെ ഇവിടെ എത്താൻ ആവശ്യപ്പെട്ടതും ഞാൻ തന്നെ. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കളിപ്പാവയായിരുന്നു അവൾ. ഞാൻ കൊടുത്തുവിട്ട കീ പോലെ അവൾ നന്നായി കളിച്ചു. അതിനിടെ പ്രതീക്ഷിക്കാത്തൊരു സഹായം നീ ചെയ്തു തന്നു. അവളെ നീ വീഴ്ത്തി. ഇനി ആ വയറ്റിൽ നിന്നും ആ ഭ്രൂണം നീ എടുത്തു തരണം. അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ചീഞ്ഞ ശവശരീരങ്ങളിലൊന്നായി നീയും മാറും. പെട്ടെന്ന്. കയ്യിലേക്ക് കത്തിയെടുത്ത് വെച്ചു കൊടുത്തുകൊണ്ട് ജേക്കബ് ജോർദാൻ അലറി. ജേക്കബ് നീട്ടിപ്പിടിച്ച കത്തിയിലേക്കും അയാളുടെ വികൃതമായ മുഖത്തേക്കും എലീന നോക്കി. വെള്ള നിറത്തിലുള്ള കൃഷ്ണമണികളുള്ള ചുണ്ടുകളുമായും ശൂന്യമായ ആ മുഖത്തെ ഭാവം വായിച്ചെടുക്കാൻ അവൾക്കായില്ല. പക്ഷെ അയാളുടെ ആജ്ഞ തിരസ്കരിച്ചാൽ അവിടെ നിന്നൊരു തിരിച്ചുപോക്കുണ്ടാവില്ല എന്ന് അവൾക്ക് തോന്നി. മേഴ്സിയെ അയാൾ ചതിച്ചതാണ്. പക്ഷെ ആ ചതി അവൾ തിരിച്ചറിയും മുന്നേ താനവളെ എലീനയുടെ തൊണ്ടക്കുഴിയിൽ ഒരു തേങ്ങൽ പിടഞ്ഞു. പെട്ടെന്ന്. അവളുടെ വയറ് കീറിയ ഭ്രൂണം പുറത്തെടുക്ക്. ജേക്കബ് ജോർദാന്റെ ശബ്ദം എലീനയെ ചിന്തയിൽ നിന്നും ഉണർത്തി. നടുങ്ങിത്തെരിച്ച് നിൽക്കുകയായിരുന്ന എലീനയുടെ മുഖത്തേക്ക് ചുവന്ന നിറത്തിലെ നേർത്ത പ്രകാശം പതിച്ചു. അത് ശ്രദ്ധിച്ച ജേക്കബ് ജോർദാൻ ഉടനെ തന്നെ മുറിയിലെ ചെറിയ ജനാല പുറത്തേക്ക് തുറന്നു. ബംഗ്ലാവിന് മുകളിലെ ആകാശത്തിൽ രക്തവർണ്ണത്തിൽ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ. അതിൻ്റെ പ്രഭ എന്നത്തേക്കാളും കൂടുതലായിരിക്കുന്നു. അത് കണ്ട് സന്തോഷം കൊണ്ടും വെപ്രാളത്താലും അയാൾ അലറി. കണ്ടോ നീ ഇത്? അതാണ് ബ്ലഡ് മൂൺ. 16 വർഷത്തിലൊരിക്കൽ മാത്രം കണ്ടുവരുന്ന പ്രതിഭാസം. ഈ ദിവസം കാത്തിരിപ്പിന്റെ അവസാനമാണ്. ഓ ലൂസിഫർ, യു ആർ എ ഗ്രേറ്റ്. ടേക്ക് മീ മൈ ബ്ലഡ്, ടേക്ക് മൈ ഫ്ലഷ്. കൈകൾ മേൽപോട്ടുയർത്തി അയാൾ അട്ടഹസിച്ചു. ശേഷം തിരിഞ്ഞ് എലീനയോട് പറഞ്ഞു, നിനക്കിനി സമയമില്ല. എത്രയും പെട്ടെന്ന് ആ ഭ്രൂണം എനിക്ക് വേണം. ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വളരേണ്ടതല്ല അത്. എൻ്റെ ഡീമൻ ക്രിയേഷൻ എന്ന സ്വപ്നം സാധ്യമാക്കാൻ എൻ്റെ തമ്പുരാൻ എൻ്റെ മുന്നിൽ എത്തിച്ചതാണ് ഇവളെ. നീ കണ്ടതല്ലേ ജെയ്സനെ? മുഴുവനാക്കപ്പെടാത്ത സാത്താൻ ക്രിയയുടെ ശേഷിപ്പാണ് അവൻ്റെ ശരീരം. അവൻ മരിച്ചിട്ടില്ല. ഒരുവനെ കൊല്ലാതെ അവൻ്റെ ശരീരത്തിൽ നിന്നും പോസിറ്റീവ് സോളിനെ പുറത്തു കൊണ്ടുവരിക. ശേഷിക്കുന്ന പാതി ആത്മാവ് നെഗറ്റീവ് എനർജി നിറഞ്ഞതായിരിക്കും. അതിനെ ശരീരത്തിനുള്ളിൽ നിലനിർത്തി ക്രിയകൾ വഴി ശക്തി കൂട്ടിക്കൊടുക്കുക. അതാണ് ഞാൻ അവനിൽ ചെയ്തത്. ഇവിടെ സേവിയാർ മുത്തശ്ശൻ്റെ കാലം മുതൽ അടക്കം ചെയ്തിട്ടുള്ള എല്ലാ ആത്മാക്കളെയും എനിക്ക് അവനിലേക്ക് എത്തിക്കണം. ആ ക്രിയയുടെ ഒടുവിൽ ജെയ്സന്റെ രക്തത്തിൽ ജനിച്ച ഈ ഭ്രൂണം ചലിക്കും. കൂർത്ത നഖങ്ങളും വായിൽ ദ്രംഷ്ടകളുമായി അവൻ, ഇരുട്ടിന്റെ രാജകുമാരൻ, അവൻ തിരിച്ചെത്തും. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് സേവിയാർ ജോർദാൻ തുടങ്ങി വെച്ച ഉദ്യമം ഞാൻ പൂർത്തിയാക്കും. എടുക്ക്. ജേക്കബ് ജോർദാൻ കത്തി എലീനയുടെ നേർക്ക് നീട്ടി. എലീന കത്തി വാങ്ങി വിറയ്ക്കുന്ന കാലടികളോടെ മേഴ്സിയുടെ അടുത്തേക്ക് നീങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ശരീരം വിറച്ചു. അലറിക്കൊണ്ട് അവൾ പുറകെ നിൽക്കുന്ന ജേക്കബ് ജോർദാന്റെ നേരെ കത്തി വീശി. അയാളുടെ വയറു തുളച്ച കത്തി കയറിപ്പോയി. അയാളുടെ കണ്ണുകൾ ചുവക്കുന്നത് എലീന കണ്ടു. ഒരു നിമിഷം അവളെ പിടിച്ച് ജേക്കബ് ജോർദാൻ കാതിൽ മന്ത്രിച്ചു. തെറ്റുപറ്റിപ്പോയി എലീന, നിനക്ക് മാപ്പർഹിക്കാത്ത തെറ്റ്. ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറു കൈകൊണ്ട് തന്റെ ശരീരത്തിൽ കയറിയ കത്തി അയാൾ വലിച്ചൂരി. അതിൽ ഒരു തരി ചോര പോലും ഉണ്ടായിരുന്നില്ല. എലീനയെ ചേർത്ത് പിടിച്ച കൈ അയാൾ ഒന്നമർത്തി. തന്റെ എല്ലുകൾ നുറുങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. എല്ലാം അവസാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്നാണത് സംഭവിച്ചത്. ബോധമറ്റ് കിടന്നിരുന്ന മേഴ്സി എഴുന്നേറ്റു. ശരം പോലെ വന്ന അയാൾ ജേക്കബ് ജോർദാനെ പിറകിലേക്ക് ആഞ്ഞു തള്ളി. നിലതെറ്റി അയാൾ വീണത് പുറകിലെ ഇരുളിൽ തിളച്ചുമറിയുന്ന രക്തനിറമുള്ള ദ്രാവകത്തിലേക്കാണ്. അവിടെ കിടന്ന അയാൾ പുളഞ്ഞു. അയാളെ നോക്കിക്കൊണ്ട് ശാന്തമായി മേഴ്സി നിന്നു. പതുക്കെ മുറിയിലെ നേരിയ പ്രകാശം മങ്ങാൻ തുടങ്ങി. ജനലിന്റെ പുറത്ത് ബ്ലഡ് മൂൺ അസ്തമിക്കുകയാണ്. മേഴ്സിയുടെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി തെളിഞ്ഞു. ജേക്കബ് ജോർദാനെ നോക്കി അവൾ പറഞ്ഞു, എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ നീ ഒന്ന് മറന്നു. ബ്ലഡ് മൂൺ എന്ന പ്രതിഭാസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് പൂർണ്ണമായി അസ്തമിച്ച് 90 സെക്കൻഡുകൾക്കകം മാത്രമേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. ഭൂമി മുഴുവനും ഇരുട്ട് വ്യാപിക്കുന്ന ആ 90 സെക്കൻഡുകളിൽ
ലോകത്തിലെ എല്ലാ ആത്മാക്കളും പൂർവാധികം ശക്തി പ്രാപിക്കും. ഇന്നിവിടെ നീ നശിപ്പിച്ച എല്ലാ ആത്മാക്കളും നിന്റെ അവസാനം കുറിക്കാൻ പോവുകയാണ്. മെഴ്സി പറഞ്ഞു തീർന്നതും മുറിയിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങി. മുറിയിൽ ദുർഗന്ധം പരന്നു. ഇവളെയും വിളിച്ചോണ്ട് പോവിടുന്ന്, ഞാൻ വന്നോളാം. ഇരുട്ടിൽ മെഴ്സിയുടെ ശബ്ദം. കയ്യിൽ തണുത്തൊരു കരതലം പതിയുന്നത് എലീന അറിഞ്ഞു. അത് മിത്രയാണെന്ന തിരിച്ചറിവിൽ എലീന തുറന്നു കിടന്ന കിളിവാതിലിലൂടെ അവളെയും വിളിച്ചുകൊണ്ട് ഓടി. പുറകിൽ നിലവിളിയും ആക്രോശവും മുഴങ്ങിക്കേട്ടു. ആ ഭീകരരാത്രി അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കത്ത്? അലൻ ആകാംക്ഷയോടെ ചോദിച്ചു. അറിയില്ല. ഒരു വിധത്തിലാണ് ഞാനന്ന് മിത്രയെയും കൊണ്ട് പുറത്തു കിടന്നത്. പിന്നെ കേട്ട വാർത്ത ജോർദാൻ ബംഗ്ലാവ് കത്തി നശിച്ചു എന്നാണ്. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചുവെങ്കിലും അവകാശികളാരുമില്ലാത്തതിനാൽ അന്വേഷണം എങ്ങും എത്തിയില്ല. വീടിന്റെ ഉള്ളിൽ നിന്നും ചില ശരീരഭാഗങ്ങൾ ലഭിച്ചെങ്കിലും അവിടുത്തെ പൂർവ്വകാല ചരിത്രം വെച്ച് കേസ് ക്ലോസ് ചെയ്തു. ഒപ്പം കേരളത്തിലെ മോസ്റ്റ് 100 പ്ലേസായി അവിടം രേഖപ്പെടുത്തി. അവിടെ നിന്നാണിപ്പോൾ ഈ കത്തും, അതും 16 വർഷങ്ങൾക്ക് ശേഷം. മിത്രയാകട്ടെ ആ സംഭവത്തിന് ശേഷം ആരോടും സംസാരിച്ചിട്ടില്ല. വർഷങ്ങളോളം ഒരു മെന്റൽ അസൈലത്തിലായിരുന്നു എന്ന് നെടുവീർപ്പിട്ട് എലീന പറഞ്ഞു. അവളുടെ കഥയ്ക്ക് കാതോർത്ത് കിടക്കുന്ന ഭർത്താവ് അലൻ കത്തിലെ വരികളിലൂടെ കണ്ണോടിച്ചു. ഡിയർ എലീന, ഞാനിതാ നിന്നെ തേടി വന്നിരിക്കുന്നു. ബാക്കി വെച്ചിട്ട് പോയ കർമ്മം പൂർത്തീകരിക്കാൻ നീ എൻ്റെ കൂടെ വേണം. മെഴ്സി ജോർദാൻ. എലീന, നമുക്കൊന്ന് അവിടെ വരെ പോയാലോ? എനിക്ക് നീ പറഞ്ഞ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ മിത്രയെ നീ അതിനുശേഷം അന്വേഷിച്ചു പോയില്ലല്ലോ, അവളെയും കാണണം. ആവേശത്തോടെ അലൻ പറഞ്ഞു. എലീനയുടെയും അലൻ്റെയും കാർ പച്ച ചായമടിച്ച കെട്ടിടത്തിന്റെ നേർക്കെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. എലീന കാറിന്റെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയതും കെട്ടിടത്തിന്റെ ഉള്ളിലെ ഇരുണ്ട മുറിക്കുള്ളിൽ മിത്ര അവരുടെ വരവറഞ്ഞ പോലെ കണ്ണുകൾ തുറന്നു. അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ച എലീന മിത്രയെ കെട്ടിപ്പിടിച്ചു. മോളെ ക്ഷമിക്ക്, ഞാൻ മനഃപൂർവ്വം മറന്നതല്ല നിന്നെ. ഈ നാട്ടിലേക്ക് ഒരിക്കൽ കൂടി വരാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു, അതുകൊണ്ടാ. എലീനയെ നോക്കിക്കൊണ്ട് പതുക്കെ മിത്ര പറഞ്ഞു. ഒടുവിൽ നീ വന്നല്ലോ. 16 വർഷത്തെ എൻ്റെ തപസ്സിന് ഇന്നൊരു അർത്ഥമുണ്ടായി. മിത്ര പതുക്കെ എലീനയെ കെട്ടിപ്പിടിച്ച് കാതിൽ മന്ത്രിച്ചു. ഞാൻ വരുമെന്ന് നിന്നോട് പറഞ്ഞതല്ലേ, ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല, തുടങ്ങുന്നതേയുള്ളൂ. ചെവിക്കരികിൽ മെഴ്സിയുടെ ശബ്ദം കേട്ട് എലീന ഭയന്നുപോയി. അവൾ മിത്രയെ തള്ളിമാറ്റി. മിത്ര പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഇന്ന് നീ വരും ജോർദാൻ ബംഗ്ലാവിൽ. എൻ്റെ ഒരു ജന്മത്തെ കാത്തിരിപ്പ് ഇന്നെനിക്ക് സാധ്യമാക്കിയേ പറ്റൂ. മോചിപ്പിക്കണം എനിക്ക്. ഗതി കിട്ടാതെ അവിടെ അലയുന്ന ആത്മാക്കളെ. വരില്ലേ നീ എൻ്റെ കൂടെ? വരണം, വരുത്തും ഞാൻ, മിത്ര അലറി. പെട്ടെന്നാണ് മുറിയിലേക്ക് അറ്റൻഡർ ഓടി വന്നത്. അവർ മിത്രയെ പിടിച്ച് ഷോക്ക് റൂമിലേക്ക് കൊണ്ടുപോയി. അവരുടെ കയ്യിൽ അവൾ തളർന്നു കിടക്കുന്നത് നോക്കി എലീന കണ്ണീരോടെ നിന്നു. ഒരു നിമിഷം കഴിഞ്ഞ് പുറകിലേക്ക് തിരിഞ്ഞ് അവൾ ഞെട്ടിത്തിരിച്ചുപോയി. അവിടെ തന്നെ നോക്കി നിൽക്കുന്ന മെഴ്സി. അവളുടെ വയറിൽ തറഞ്ഞു നിൽക്കുന്ന കത്തി, അതിലൂടെ ഒഴുകുന്ന കട്ടച്ചോര. നിസ്സഹായത സ്ഫുരിക്കുന്ന മുഖത്തോടെ മെഴ്സി അവളോട് ചോദിച്ചു. സഹായിക്കില്ലേ നീ എന്നെ? കാലങ്ങളായി ഞാൻ ഗതി കിട്ടാതെ അലയുന്നു. എന്നെ മോചിപ്പിക്കാൻ നീ വരില്ലേ? പെട്ടെന്ന് അവളുടെ മുഖം ക്രൂരമായി. അവിടമാകെ ഒരു പഴയ ദുർഗന്ധം വമിച്ചു. എലീന ബോധമറ്റ് തറയിലേക്ക് വീണു. ആ മുറിയുടെ ജനാലയ്ക്ക് പുറത്ത് രക്തനിറമുള്ള ചന്ദ്രൻ ഉദിച്ചുയരാൻ തുടങ്ങി. അങ്ങനെ ഈ കഥ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലവ് യു ഓൾ. ബൈ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.